നമ്മൾ പറഞ്ഞു വന്നത് ഈ ഈ ഒരു സെഷന്റെ ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്, നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം CUET ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവും. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കരിയർ സംബന്ധമായിട്ടുള്ള എല്ലാവരും +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസും പാരൻസും ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അല്ലെങ്കിൽ തന്നെയും നമ്മൾക്ക് ഇവിടെ വേറെയും നമുക്ക് കരിയർ ഗൈഡുമാരും കരിയർ ഗൈഡൻസ് സേവനം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം നിലവിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് സമയം ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല. ഞാൻ ഏകദേശം ഈ ഒരു പ്രസന്റേഷനിലേക്ക് ഞാനൊന്ന് പോകാം. ഞാൻ എൻ്റെ ഒന്ന് എൻ്റെ ഒരു സ്ലൈഡ്സ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ ഇത് കാണുന്നുണ്ടോ? അപ്പം എൻ്റെ സ്ലൈഡ് ഇപ്പം വന്നിട്ടുണ്ടോ? ആ, കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. യെസ്. അപ്പോ ഇനി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണുന്ന സമയത്ത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒന്ന് നോക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, ഓരോരുത്തരും ഇപ്പം പല വിഷയങ്ങളിലായിട്ട് CUET എക്സാം എഴുതിയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ പല ആളുകളും പല തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ചില ആളുകൾ സയൻസ് ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവും, ചില ആളുകൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പോലുള്ള കോഴ്സുകൾ, ലാംഗ്വേജ് പോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരേ സമയത്താണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ റിസൾട്ട് കാർഡ് അല്ലെങ്കിൽ ആ ഒരു ഷീറ്റ് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാവുന്നതാണ്. പല സ്കോറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ പേഴ്സൻറ്റേജ് സ്കോർ എന്ന് കാണുന്നുണ്ടാവും, ചിലപ്പോൾ റോ മാർക്ക്, എന്താണ് ഒരു സ്കോർ, നോർമലൈസ്ഡ് സ്കോർ. ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. മിക്കവാറും ആളുകൾക്കൊക്കെ ഒരു പക്ഷേ അറിയുന്നുണ്ടാവുമായിരിക്കും. എന്നാലും ഒരു ഒരു ബേസിക് ഐഡിയ ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി പറയാണ്. നിങ്ങൾ പല തരത്തിലുള്ള എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും. പല യൂണിവേഴ്സിറ്റിയിലേക്ക് പല കോഴ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതേണ്ട എക്സാമുകളും പലതരത്തിലാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോ ഒരു JNU അല്ല, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്കൊരു പേർഷ്യൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് എങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ എഴുതേണ്ട എക്സാം വേറെ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് BSc മാത്തമാറ്റിക്സ് പോലുള്ള ഒരു കോഴ്സിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ 2 തരത്തിലായിരിക്കും അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് പറഞ്ഞാൽ, എന്താണ്, ഏത് സ്കോറാണ് നിങ്ങൾക്ക് ഈ സ്കോർ കാർഡിൽ കാണുന്ന ഏത് സ്കോറാണ് ഇതിനകത്ത് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും, നിങ്ങളുടെ സ്കോർ ഷീറ്റിൽ നിങ്ങൾ കാണുന്നത് അവിടെ നോർമലൈസ്ഡ് മാർക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവും. അപ്പൊ ഈ നോർമലൈസ്ഡ് മാർക്ക് എന്നുള്ള സംഗതി എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു പേഴ്സൻറ്റേജ് സ്കോർ കാണാം, അതേപോലത്തെ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നോർമലൈസ്ഡ് സ്കോർ എന്ന് കാണുന്നുണ്ടാവും. നോർമലൈസ്ഡ് സ്കോർ വെച്ചിട്ടാണ് ഇനി നിങ്ങളുടെ CUET UG അഡ്മിഷൻ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരേ വിഷയങ്ങൾ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു പേപ്പർ, ഞാൻ ഇംഗ്ലീഷ് എന്നുള്ള ഒരു പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ CUET UG നടത്തുന്ന സമയത്ത് ഒരുപാട് ആളുകളൊന്നും ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പല 2 ഷിഫ്റ്റുകളിലായിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ഷിഫ്റ്റുകളായിട്ടൊക്കെ എക്സാം നടത്തേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ എക്സാം പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചിലപ്പോൾ മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു ഷിഫ്റ്റ് കിട്ടിയിട്ടുള്ള എക്സാം പേപ്പർ ഒക്കെ കുറച്ച് ടഫായി പോയല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു ബയാസിങ് ഇവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോർമലൈസ്ഡ് സ്കോർ എന്നുള്ള ഒരു സാധനം ഇവിടെ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഏത് എക്സാം, ഏത് ഷിഫ്റ്റിൽ വന്നിട്ടുള്ള എക്സാം എഴുതിയിട്ടുള്ള ആളായിക്കോട്ടെ, ഏത് രൂപത്തിൽ എക്സാം എഴുതിയിട്ടുള്ള ആളാണെങ്കിലും ഈ ഒരു നോർമലൈസ്ഡ് സ്കോറാണ് ഇനി നമ്മൾക്ക് പ്രധാനം എന്നുള്ളതാണ്.
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ സ്കോർ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുന്ന സമയത്ത് അവിടെ ഒരു പേഴ്സൻറ്റൈൽ എന്നുള്ള സാധനം എന്താണ്, ഇപ്പം മിക്കവാറും ആളുകൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും സൂചിപ്പിക്കുകയാണ്. ഈ പേഴ്സൻറ്റൈൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം, നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു 100-ൽ ആണ് മൊത്തത്തിൽ പേഴ്സൻറ്റൈൽ നമ്മൾ കാണാം. 100-ല് ഒരു 96 ഒരു പേഴ്സൻറ്റൈൽ നിങ്ങൾക്ക് മാർക്ക് വന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ 93% നിങ്ങൾക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇങ്ങനെ ഒരു അർത്ഥമല്ല. അതായത് 96% അല്ലെങ്കിൽ 93% ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതല്ല അർത്ഥം. പേഴ്സൻറ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ആളുകൾ, എത്ര ശതമാനം ആളുകളാണ് നിങ്ങളുടെ പിന്നിൽ ഉള്ളത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഴ്സൻറ്റേജ് സ്കോർ ആയിട്ട് ഒരു 92% ആണ് നിങ്ങളുടെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങൾ ഈ എക്സാം എഴുതിയിട്ടുള്ള ആളുകൾ 92% ആളുകളുടെയും മുന്നിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പം എന്താണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ ആളുകൾക്ക് ഒരു 99.9 ആ രൂപത്തിലൊക്കെ തന്നെ മാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സണൽ സ്കോർ നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് ഈ ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കോർ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് റോ സ്കോർ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അതിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സ്കോർ വെച്ചിട്ടല്ല, ആ നോർമലൈസ്ഡ് സ്കോർ എന്നുള്ള സാധനത്തിലേക്കാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ പതിയേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ്, ഈ ഒരു ആദ്യം തന്നെ നമ്മൾ റിസൾട്ട് കിട്ടി ഈ ഒരു സ്കോർ കാർഡ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പല ആളുകൾക്കും ആ സമയത്ത് തന്നെ മനസ്സിലാവും എന്താണ് ഇപ്പോൾ ഈ ഒരു സ്കോർ കാർഡിന്റെ അവസ്ഥ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുന്ന സമയത്താണ് അടുത്തൊരു ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാം. ഇതിൻ്റെ അകത്ത് യെസ്, എന്താണ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയം, ഇനി NTA പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് CUET UG അഡ്മിഷൻ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പൊതുവെ നടക്കുന്നത് CUET ആണ് അത് നടത്തുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങി തരുന്ന പരിപാടി ഒരിക്കലും CUET ചെയ്യുന്നില്ല. ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെറും ഒരു CUET എക്സാം എഴുതുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് ഒരു 100% മാർക്ക് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 95% മാർക്ക് കിട്ടിക്കോട്ടെ, വെറുതെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ വീട്ടിലേക്ക് അഡ്മിഷൻ ലെറ്റർ അയക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു സ്കോർ വെച്ചിട്ട് ഇനി വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത്, അപ്പോൾ അതായത് യൂണിവേഴ്സിറ്റീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ബാക്കി ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, കൗൺസിലിംഗ് എന്ന് പറയും, ഈ ഒരു കൗൺസിലിംഗ് നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്, അതായത് ഇനി ഉള്ള പരിപാടി ഈ NTA സ്കോർ കാർഡ് നോക്കുക, സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള പരിപാടിയോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം ഈ NTA സൈറ്റ് നോക്കുന്നത് ഏതാണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതാണോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റുകൾ നിങ്ങൾ നിരന്തരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഏതൊരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്, നമ്മളുടെ പേര് വിവരങ്ങൾ അടിച്ചു കൊടുക്കും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചു കൊടുക്കും. അതിന്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് CUET-യിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ്, ആ ഒരു മാർക്ക് വെച്ചിട്ടാണ് നോർമലൈസ്ഡ് സ്കോർ എത്രയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ അവിടെ നമ്മൾ അഡ്മിഷൻ നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു കൗൺസിലിംഗ് പ്രോസസ്സിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഒരു ഘട്ടം എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർക്ക് ഒരു ഉദാഹരണത്തിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം യൂണിവേഴ്സിറ്റി തീരുമാനിക്കുകയാണ്, യൂണിവേഴ്സിറ്റി എന്താണ് അടുത്തൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിൽ ഈ ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു BA ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സിലേക്ക് അപേക്ഷിച്ച ആളാണെങ്കിൽ, ആ അപേക്ഷിച്ച ആളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ CUET സ്കോർ ആരാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും അവർക്ക് ഈ അഡ്മിഷൻ എന്താ പറയുക നൽകുകയാണ് ചെയ്യാം. ഇപ്പൊ ഇനി ആർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളുകൾക്ക് ആണ് ആദ്യമായിട്ട് അഡ്മിഷൻ കാര്യങ്ങൾ വരിക. പൊതുവെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അതിനുശേഷം എന്താണ് കൂടാതെ ചിലപ്പോൾ ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിച്ചെന്ന് വരും. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് നോക്കിയിട്ട് ആദ്യം കിട്ട ആദ്യം നല്ല മാർക്ക് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ അഡ്മിഷൻ കൊടുക്കും. പിന്നെ വരുന്ന കുറച്ച് മാർക്ക് കുറയുന്നതനുസരിച്ച് നിങ്ങൾ സപ്ലിമെന്ററിയിലേക്ക് ലിസ്റ്റിലേക്ക് ആയി വരാൻ സാധ്യതയുണ്ട്. ഈ അഡ്മിഷന്റെ ഒരു രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ ഒന്നാമത്തെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ഇപ്പോൾ നിങ്ങൾ ഒരു 4 യൂണിവേഴ്സിറ്റിയിലേക്കാണ് മൊത്തത്തിൽ അപേക്ഷിക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 4 യൂണിവേഴ്സിറ്റിയിലേക്കും പ്രത്യേകമായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ പല യൂണിവേഴ്സിറ്റികൾക്കും പല കട്ട് ഓഫ് മാർക്കുകളായിരിക്കും ഉണ്ടാവുക. കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ ആ കട്ട് ഓഫ് പെർസെൻറ്റേജുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ സ്കോർ നമ്മൾ ചെയ്യേണ്ടി വരും. അതേ സ്ഥാനത്ത് തന്നെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല, അത് നിങ്ങൾക്ക് അത്ര വലിയ ഒരു യൂണിവേഴ്സിറ്റിയിലെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് ഒരു ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റികളിലേക്ക് പൊതുവെ മാർക്ക് കുറച്ച് വാങ്ങിയാൽ മതിയാവും. പൊതുവെ നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ പൊതുവെ CUET എക്സാമിൽ ഒരു 85% അല്ലെങ്കിൽ 90% മുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇപ്പോൾ DUലാണെങ്കിൽ ഒരു പ്രത്യേക പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സാധാരണ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഇപ്പോൾ പേര് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നൊക്കെ ആണെങ്കിൽ പോലും ഇതിനകത്തേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. നിരവധി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇതിനകത്ത് പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് ഏതാണ്ട് ഒരു 20ഓളം തന്നെ ഒരുപാട് വേറെ തന്നെ സ്ഥാപനങ്ങൾ, പ്രൈവറ്റും ഡീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. സോ ഇപ്പം തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ അഡ്മിഷൻ പോർട്ട് CUET UG റിസൾട്ട് എപ്പോൾ വന്നോ അതുമുതൽ തന്നെ പല യൂണിവേഴ്സിറ്റികളും അവരുടെ അഡ്മിഷൻ പോർട്ടലുകൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി ഓപ്പൺ ആക്കി വെക്കാൻ ബാക്കിയുള്ളതൊക്കെ വിത്തിൻ 1 വീക്ക് എന്തായാലും അത് ഓപ്പൺ ആക്കിയിരിക്കും. നിങ്ങൾ സമയത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ CUET സ്കോർ കാർഡ് അടക്കമുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ PDF-ഉം PG ഫയലൊക്കെ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടും വരും. കൃത്യമായിട്ട് നിങ്ങൾ ഏതൊക്കെ ലാസ്റ്റ് ഡേറ്റുകൾ, ഡെഡ് ലൈൻ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. അതായത് ആദ്യമായിട്ട് ആ കൗൺസിലിംഗ് എന്നുള്ള പ്രോസസ്സ്, അതായത് നിങ്ങൾ ഈ അപ്ലിക്കേഷന് അയക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ ആപ്ലിക്കേഷൻ അയക്കുന്ന പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം എപ്പോഴാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതത് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ വെബ്സൈറ്റുകൾ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള അതത് വെബ്സൈറ്റുകൾ ഫോളോ ചെയ്യുക. ഐ റിപ്പീറ്റ്, ഇനി NTA-ക്ക് നിങ്ങൾക്ക് കാര്യമായിട്ട് റോളില്ല. ഇനി റോളുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങി തരുന്ന പരിപാടി നിങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തി ഇട്ടിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് എന്താ പറയുന്നത്, എനിക്കൊരു പ്രധാനമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളുടെ പേര് നിങ്ങൾ കാണാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു വേണമെങ്കിൽ ഇതിന്റെ ചാറ്റ് ബോക്സിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഈ ഈ CUET-ന്റെ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ ഫോണിലും അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാം, പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ ഒക്കെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. പക്ഷേ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കോഴ്സിന്റെ പേരിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിന്റെ ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത് നല്ലൊരു യൂണിവേഴ്സിറ്റി ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് സെലക്ട് ചെയ്യുന്നതിന് പകരം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നന്നാവുക. പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ ഓറിയന്റേഷൻ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ പല ആളുകളോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്, ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് മൊത്തത്തിൽ നല്ലത്, അല്ലെങ്കിൽ CUET വഴി നമുക്ക് ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
പക്ഷെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, 99% സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഈ ഒരു അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ അകത്തും ക്വാളിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങളും വന്നു ചേരാൻ ഇടയുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടും ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഒരേപോലെ നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുക എന്നുള്ളതൊന്നും ആവരുത് നമ്മുടെ ഒരു ലക്ഷ്യം. കാരണം എന്താണ്, കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു മാർഗ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്ക് ഇന്ന ഇന്ന യൂണിവേഴ്സിറ്റികൾ പഠിക്കണം, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് നല്ലത് എന്നുള്ള രൂപത്തിലൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നന്നാവും. ഓക്കെ, അത് നിങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു സൈറ്റ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഏതൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ കരിയർ ഗോളൊക്കെ പൊതുവെ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷനുകൾ ഉണ്ട്. ഇപ്പോൾ ഏതിപ്പോൾ ഒരു സാധാരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു ഈ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് BA ഫ്രഞ്ച് പഠിക്കാന്ന് വെച്ചോ, അതേ സ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് JNUവിൽ BA ഫ്രഞ്ച് പഠിക്കാം. ഇതിനകത്ത് ഇപ്പൊ എന്താ വ്യത്യാസം എന്നുള്ളതൊക്കെ, അത് ഒരേപോലെയുള്ള കോഴ്സുകൾ രണ്ട് സ്ഥലത്ത് നമ്മൾ കാണാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയ ഒരു റിസൾട്ടിലേക്ക് എത്താം എന്നുള്ളത്, ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം എന്നുള്ളത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പേഴ്സണൽ ചോയ്സസിനൊക്കെ പ്രിഫറൻസ് കൊടുക്കാം. കൂടാതെ അതിന്റെ സിലബസ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്, അതിന്റെ സിലബസ്, അതുപോലെ തന്നെ ആ, മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഉം, അതത് ഇപ്പോൾ മിക്കവാറും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ഇപ്പോൾ പല വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മലയാളികളായിട്ടൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഹെൽപ്പ് ലൈനുകൾ, ഹെൽപ്പ് ഡെസ്കുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് സിജുവായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്നെ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ വേണ്ടി ശ്രമിക്കുന്നത്, അതൊക്കെ നമുക്ക് കോൺടാക്റ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കാൻ തരാനായിട്ട് സാധിക്കും. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ സിറ്റി ഏതാണ്, നിങ്ങൾക്ക് അവിടെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ അവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ, ഈ പറഞ്ഞ ഒരുപാട് മാറ്ററുകൾ കൂടി നിങ്ങൾ ഇതിൻ്റെ അകത്ത് പരിഗണിക്കേണ്ടത് ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, DMD യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഈ പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് കുറച്ച് മെച്ചമുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ 46 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഈ അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ട് എന്നല്ല പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളും നല്ലതല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ NIRF റാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് ഉണ്ട് ഗവൺമെന്റിന് തന്നെ. അതുമായി അതും അതുപോലെ തന്നെ മറ്റുള്ള റാങ്കിങ്ങുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഏകദേശം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10 ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഏതൊക്കെ ഇതിനകത്ത് പെടും, അല്ലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ നല്ല പഠിച്ചു കഴിഞ്ഞാൽ നല്ല പ്ലേസ്മെന്റിനും നല്ല അക്കാദമിക്സിനും നല്ല ഫെസിലിറ്റീസിനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ളൊരു ഒരു ടോപ്പ് 10 ലിസ്റ്റ് ഒക്കെ നമ്മൾ വേണേൽ ഉണ്ടാക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു അപ്രോപ്രിയേറ്റ് ആണ്. നിങ്ങൾക്ക് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക, ടോപ്പ് 10 യൂണിവേഴ്സിറ്റികൾ ടോപ്പ് 10 ആകുമ്പോൾ പോലും ചിലപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡൊക്കെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വലിയ അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി ഒന്നല്ല, പക്ഷെ അവിടെ ചില ഡിപ്പാർട്ട്മെന്റുകൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുകയും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതുണ്ട്. അതേസമയത്ത് തന്നെ വലിയ പേരുള്ള യൂണിവേഴ്സിറ്റിയാണ്, അവിടെ തന്നെ ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കുറച്ച് മോശമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്ന് പറയാണ്, നിങ്ങൾ ഒരുപാട് വലിയ മാർക്കൊന്നും നിങ്ങൾക്കില്ല, പക്ഷെ വലിയ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഡിമാൻഡ്, യൂണിവേഴ്സിറ്റിയുടെ ഒരു എന്താണ് അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ കൂടുന്നതനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് കൂടും എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ലിസ്റ്റ് നോക്കുക. ഞാൻ ഏതാണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റാണ്. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മൾ ആദ്യമായിട്ട് നോക്കാം. ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് പൊതുവെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നോക്കാം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, വാരണാസി, ജാമിയ മിലിയ ഇസ്ലാമിയ, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി IFLU ഹൈദരാബാദ്, തേജ്പൂർ യൂണിവേഴ്സിറ്റി, ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് ഗാന്ധിനഗറാണ്. അപ്പോൾ ഇതിനകത്തേക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
പല സ്ഥലത്താണെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് 4 ഇയർ ഇന്റഗ്രേറ്റഡ് 4 ഇയർ UG പ്രോഗ്രാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകളായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള UG പ്രോഗ്രാം കാണാൻ സാധിക്കുക. ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു ഡിഗ്രി പ്ലസ് PG ആ രൂപത്തിലുള്ള കോഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയത്ത് തന്നെ 4 ഇയർ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ മിക്കവാറും ഒരു ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പറയാം. ഈ കൂട്ടത്തിൽ ഏറ്റവും എന്താ പറയുക, UG അഡ്മിഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരുപാട് കോളേജുകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ടോപ്പ് 10 കോളേജുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ടോപ്പ് 10 കോളേജുകളിലൊക്കെ വരുന്ന ഇപ്പോൾ ഹിന്ദു കോളേജ്, ലേഡി ശ്രീറാം കോളേജ്, രാംജാസ് കോളേജ്, ഹൻസ്രാജ് കോളേജ്, കിരോയ്മായി കിരോന്മായി കോളേജ്, മിറാണ്ട ഹൗസ്, എനിക്കൊന്ന് നമ്പർ 1 കോളേജ് മിറാണ്ട ഹൗസ് ആണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ ഒരുപാട് കോളേജുകളിലേക്ക് ഈ CUET UG വഴി തന്നെയാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര കോളേജുകൾ തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഇപ്പൊ പല ആൾക്കാരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കൊടുത്ത ആൾക്കാരുടെ മനസ്സിലാവും പലതരത്തിലുള്ള കോളേജുകളും കോഴ്സുകളും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏതാണ്ടൊക്കെ അതേപോലെ തന്നെ ഒരു സിസ്റ്റമാണ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. ഈ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ ഏതൊക്കെ കോളേജുകൾക്ക് നമ്മൾ പ്രാമുഖ്യം നൽകണം, ഏത് കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമുക്ക് ഒരേ അപ്ലിക്കേഷനിൽ കൂടെ തന്നെ നമുക്ക് പല കോളേജുകളിലേക്ക് നമ്മൾ അഡ്മിഷന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മറ്റേ പൊതുവെ മലയാളീസിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പോകുന്നത് കാണാറുള്ളത് ഹിന്ദു കോളേജ് പോലുള്ള കോളേജുകളിലേക്കാണ്. പിന്നെ കൊമേഴ്സിനാണെങ്കിൽ ശ്രീറാം ലേഡി ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ ഒരുപാട് നല്ല കോളേജുകൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരുവിധ എല്ലാ കോളേജുകളും നല്ലതാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാനായിട്ട് സാധിക്കും. പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കാര്യമായിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് പറയുകയാണെങ്കിൽ ഫോറിൻ ലാംഗ്വേജസ് പ്രോഗ്രാംസ് ഒക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു സ്പാനിഷ് ഒരു ലാംഗ്വേജിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, മുന്നോട്ടുള്ള സംഭവം ഒരു ഭാവിയിലേക്ക് നിങ്ങൾക്ക് ലാംഗ്വേജുകളൊക്കെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഫ്ലു അല്ലെങ്കിൽ JNU പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഏതാനും ചില സയൻസ് ആൻഡ് ആർട്സ് പ്രോഗ്രാമുകൾ JNUയിലുണ്ട്. ഇഫ്ലുവിലെ ലാംഗ്വേജ് കോഴ്സ് തന്നെയാണ് കുറച്ചും കാര്യമായിട്ടുള്ളത്. ഒന്നോ രണ്ടോ അല്ലെ വളരെ ചുരുക്കം ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ജേർണലിസം പോലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഫ്ലുവിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് 2 തരത്തിലുള്ള കോഴ്സുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിന്റെ ചില കോഴ്സുകളിലേക്ക് CUET സ്കോറും ചില കോഴ്സുകളിലേക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് എക്സാം ആണ് നമുക്ക് അവർ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ജാമിയ മിലിയ ഇസ്ലാമിയ ന്യൂഡൽഹി ആണെങ്കിലും അവിടെയും ഇതേ പ്രോസസ്സാണ്. ചില കോഴ്സുകളിലേക്ക് മാത്രമാണ് CUET UG വഴി അഡ്മിഷൻ കൊടുക്കുന്നത്. ബാക്കിയൊക്കെ അവരുടെ വെബ്സൈറ്റ് അവർ നടത്തുന്ന എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു UG സ്റ്റുഡന്റ്, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി എവിടെയാണ്? കാസർഗോഡാണ് കേട്ടോ. ഇപ്പൊ കാസർഗോഡാണെങ്കിൽ നിങ്ങൾക്ക് 3 UG കോഴ്സസ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കോഴ്സ് ആണ് BCA. പല ആളുകളും ഇപ്പം ഈ ഒരു 1-2 മാസമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സമയത്തായിട്ട് ഈ ഒരു ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വന്നൊരു കോഴ്സ് BCA കോഴ്സ് ഒക്കെ നന്നായിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിലൊന്ന് നമുക്ക് വേണമെങ്കിൽ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ തന്നെ BCom കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ BSc ബയോളജി എന്നുള്ള ഒരു കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് നാട്ടിലൊക്കെ BSc എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ ബോട്ടണി ആയിരിക്കും അല്ലെങ്കിൽ സുവോളജി ആയിരിക്കും. ഈ ഒരു കോഴ്സിന്റെ പേരാണ് ബയോളജി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ 3 കോഴ്സുകളാണ് പൊതുവെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കേണ്ടത് മിക്കവാറും സമയത്തേക്കൊക്കെ. പിന്നെ വരുന്നത് ടോപ്പ് 10 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്. ഇത് നമ്മൾ കേൾക്കാത്ത കുറച്ച് പേരുകളൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഫ്രെയിം വർക്കുകൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പ് 10 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ BR അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് കർണാടക,
പലതരത്തിലുള്ള കോഴ്സുകൾ അങ്ങനെ തന്നെ നമുക്ക് പല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. ദെൻ ടോപ്പ് 10 ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. പിന്നെ എന്താ പറയാ, ചിലപ്പോ ഒരു ചില 3 ഗവൺമെന്റ് അല്ലാത്ത, അതായത് സെൻട്രൽ ഗവൺമെന്റ് അല്ലാത്ത മറ്റു ചില 3 ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക്, ഫുഡ് വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, കുറച്ചുകൂടിയൊക്കെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള അത്തരത്തിലുള്ള കുറച്ച് യൂണിവേഴ്സിറ്റികളുടെ പേരുകളാണ്, പ്രൈവറ്റ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ പേരുകളാണ് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ലിസ്റ്റും ഒന്ന് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെ ഫോക്കസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻട്രൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകളൊന്നും പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നും ഇല്ല എന്നുള്ള രൂപത്തിൽ ആകുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും നല്ല മറ്റുള്ള ഓപ്ഷനുകളിലേക്കൊക്കെ പരിഗണിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ UG കോഴ്സുകൾ, BSW, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് പോലുള്ള കോഴ്സുകൾ, സോഷ്യൽ സയൻസ് പോലുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് ടിസ് പോലുള്ള സ്ഥാപനങ്ങൾ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ്. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ്, പാരാമെഡിക്കൽ, ഇഷ്ടംപോലെ അത്തരത്തിലുള്ള ഒരു കോഴ്സുകളൊക്കെ നമുക്ക് ജാമിയ ഹംദർദിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല ക്യാമ്പസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ശാസ്ത്ര, ഗ്രാഫിക്കറ, SRM, ഇതേപോലുള്ള ഒരുപാട് കുറച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അവിടെ അക്രഡിറ്റേഷൻ, ഏത് അക്രഡിറ്റേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്, എത്രമാത്രം അവിടെ പ്ലേസ്മെന്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മുടക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ മുടക്കുന്നുണ്ടാവും, ഫീ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് ആ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ, പിന്നെ ആ, വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ രക്ഷിതാക്കൾ കൂടി ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു കരിയർ ഗൈഡ് പറയേണ്ട കാര്യം, അല്ലെങ്കിൽ പൊതുവെ ഒരു കരിയർ ഗൈഡ് പറയുന്ന ഒരു കാര്യമല്ല ഇത്. പക്ഷെ ഞാൻ എൻ്റെ സെഷനുകളിൽ ഇപ്പോൾ പരമാവധി ഞാൻ ഉൾപ്പെടുത്താൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങളൊരു +2 കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, ഇതുവരെ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്നൊരു ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്കോ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡിഫിക്കൽട്ടീസും ഒരുപാട് പുതിയ പുതിയ സാഹചര്യങ്ങൾ പരിചയപ്പെടുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ വിട്ടു എന്ന് വെച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്കാദമിക്സ് അത്യാവശ്യം നന്നായി എന്ന് വെച്ചിട്ട് തന്നെ എപ്പോഴും നമുക്ക് അവിടെ ഒരു 100% സെക്യൂർ ആണെന്ന് പറയാൻ സാധിക്കില്ല. ക്യാമ്പസ് കാര്യങ്ങളൊക്കെ സെക്യൂർ ആയിരിക്കും, നിങ്ങളുടെ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ പറയുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഡ്രഗ്സ്, തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആക്കാൻ വേണ്ടി ഒന്നും പറയല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ആള് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, PG ഒക്കെ ചെയ്തു, അവിടെ തന്നെ വർക്ക്, ആ ഒരു സർക്കിളിൽ തന്നെ വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്. ഏതൊരു ആളോട് നമ്മൾ ഈ ഒരു അഡ്മിഷനെ കുറിച്ച് പറയുന്ന സമയത്താണെങ്കിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ, അതിപ്പോ നാട്ടിലാണെങ്കിലും ഉണ്ടാവും, എവിടെയാണെങ്കിലും ഉണ്ടാവും, ഇത്തരത്തിൽ ഒരുപാട് ലോബികൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ഈ സർക്കിളുകളെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു +2 കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു ഹോസ്റ്റൽ ലൈഫിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ കിട്ടുന്നില്ല, വേറൊരു റൂമൊക്കെ എടുത്ത് ആ രൂപത്തിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കാര്യമായിട്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കാണിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് അത്തരത്തിലുള്ള കേസുകൾ അപ്പോൾ എന്താ പറയുക, അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അത്തരത്തിലുള്ള കേസുകൾ ഇപ്പോൾ ഏതാണ്ട് കുറച്ച് കാലങ്ങളായിട്ട് അത് കൂടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ ആ ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തുക. ഒരിക്കലും പോകരുത് എന്നല്ല പറഞ്ഞത്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, ഏറ്റവും നല്ല ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, മിക്കവാറും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ മിക്കവാറും അതത് ക്യാമ്പസുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ സ്റ്റേ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഉറപ്പാക്കുക. അതിനപ്പുറത്തേക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരുപാട് സർക്കിൾസ് അവിടെ നിങ്ങൾക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളാണ് പറയുന്നത്, രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഇപ്പോൾ പലതരത്തിൽ ഇപ്പം തന്നെ പല ഹെൽപ്പ് ഡെസ്കുകൾ ഇപ്പോൾ ഇപ്പം നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബേസ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പല വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മത സാമുദായിക സംഘടനകളായിക്കോട്ടെ, ഇപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോസിറ്റീവായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പുറത്ത് ഉള്ള ആളുകൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അതൊരു ഉപകാരപ്പെടാറുണ്ട്. കുട്ടികൾ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് പോയി അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നതിനൊക്കെ കുറച്ചൊന്നൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഒക്കെ കൊടുക്കാനൊക്കെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഏറ്റവും നല്ല രൂപത്തിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞൊരു ഒരു 2018 മുതൽ 2025 വരെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ആണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് കുറവായിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ക്യാമ്പസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ വലിയൊരു കാര്യം ഞങ്ങൾ പരിശോധിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, കൃത്യമായിട്ടൊരു ഗൈഡൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു സാധനം ആ ക്യാമ്പസിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളുടെ ഒരു ബേസിലല്ലാതെ, ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇഫ്ലൂലാണെങ്കിൽ ഉസ്ര എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓൾമോസ്റ്റ് നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ കാര്യമായിട്ട് വരുന്ന കുട്ടികളെ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഗ്രൂപ്പിസം ഇല്ലാതെ തന്നെ പരമാവധി ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ കൂടുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത്. പ്രത്യേകിച്ച് ഏതൊരു സർക്കിൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, കുറച്ചും കൂടി ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി, ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങളുടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഏതാണ്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് അവരുടെ പ്രശ്നങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്, അല്ലെ ഏതൊക്കെ രീതിയിൽ അത് പരിഹരിക്കപ്പെടാം എന്നുള്ള രൂപത്തിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു ഒരു സെക്യൂരിറ്റി നമുക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്യാൻ അത് കുറച്ചുകൂടി നന്നാവും എന്നുള്ളതാണ്. അപ്പം കുറച്ചും കൂടി നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ കുറച്ചും കൂടി അക്കാദമിക്സിലേക്ക് ഒക്കെ പോകാനൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എസെൻഷ്യൽ ഡോക്യുമെന്റ് കൃത്യമായ ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, അപ്ലൈ ചെയ്യാനുള്ള സമയം ഏതാണ്ടൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു മാസത്തിനുള്ളിലൊക്കെ എല്ലാ അഡ്മിഷനൊക്കെ ഏതാണ്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഓൾറെഡി നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞുള്ള ഒരുപാട് SLC +2 സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ പ്രത്യേകിച്ച് CUT UG ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതായത് NCL സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ പൊതുവെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിലൊക്കെ ഒരു വർഷമാണ് ഇതിന്റെ കാലാവധി ഉണ്ടാവാറുള്ളത്. അത് ആരാണ് സൈൻ ചെയ്യേണ്ടത്? തഹസിൽദാർ സൈൻ ചെയ്യുന്ന, താലൂക്കിൽ നിന്ന് സൈൻ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. വില്ലേജ് ഓഫീസർ അതല്ല, താലൂക്കിൽ നിന്ന് സൈൻ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. അതൊക്കെ അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ 2-3 ദിവസങ്ങൾ കൊണ്ടൊക്കെ അക്ഷയയിലോ വേറെ ഏത് ഒരു ജനസേവന കേന്ദ്രത്തിലോ കഫേയിലോ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് വൈകിപ്പിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഡെഡ് ലൈൻസ്, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജൂലൈ 14 വരെയാണ് നിങ്ങൾക്ക് ഇതിന്റെ, ഇപ്പോൾ ജൂലൈ ഓൾറെഡി 6 കഴിഞ്ഞു. അപ്പോൾ ജൂലൈ 14 വരെയാണ് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നിലവിൽ ഞാൻ നോക്കിയ സമയത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് പിന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇനി നിങ്ങൾ ഇപ്പോൾ CUT UG നോക്കുന്ന സമയത്ത് പലതരത്തിൽ ആദ്യം ഒന്നും അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലൊന്നും നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല.
പലതരത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അപ്പോൾ വലിയ നല്ല ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക്, ഇപ്പോൾ ജാമിയ പോലുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള, JNU, ഇഫ്ലു ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് ചിലപ്പോൾ ഒന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതത് യൂണിവേഴ്സിറ്റികളിലേക്ക് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നാവും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനുള്ളത് എന്താണ്, ഈ ഒരു ഇപ്പൊ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ വിളിച്ചിട്ടില്ല, അല്ല അഡ്മിഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൊതുവെ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവാറില്ല. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ട് വേഗം തന്നെ അത് അവിടെ നിന്ന് തന്നെ റിലീവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് പോയി എന്ന് വെച്ചിട്ട് നല്ല യൂണിവേഴ്സിറ്റീസിൽ കാത്തിരിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പിന്നെ മാറാവുന്നതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി BA ഹോണേഴ്സിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ പലതരത്തിലുള്ള പാർട്ട് ടൈം കോഴ്സുകളും നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ കോഴ്സുകളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലൈബ്രറീസ് ഒക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പരമാവധി നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇഫ്ലുവിൻ്റെ ഒക്കെ ഒരു കേസിലൊക്കെ ആണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ഇഫ്ലുന്ന് പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു BA ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് കൂടി നമുക്ക് അതൊരു സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു മിനിമം ഒരു 3 കൊല്ലം കൊണ്ട് നമുക്ക് ഏതാണ്ട് ഈ പറഞ്ഞിട്ട് എല്ലാ കോഴ്സുകളും എടുത്തിട്ട് ഒരു ഡിഗ്രി ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലെവലിലേക്ക് തന്നെ ഒരു രണ്ടാമത്തെ ഒരു കോഴ്സ് എടുത്തിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി നമ്മുടെ മേജറായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സ് ഉണ്ടാകും, കൂടെ തന്നെ നമുക്കൊരു എക്സ്ട്രാ നമ്മുടെ ഒരു CV-യിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ നല്ലൊരു സ്കോറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള രൂപത്തിലേക്കൊക്കെ വരികയാണ്. ഇപ്പോൾ ഓൾറെഡി എക്സാമിന്റെ സമയത്ത് ഒറ്റൊരു എക്സാം CUET വഴി തന്നെയാണല്ലോ മൊത്തത്തിൽ ഈ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടിയില്ല എന്നുള്ള രൂപത്തിലൊക്കെ വരികയാണെങ്കിൽ CUET വഴി അല്ലാതെ അഡ്മിഷൻ കൊടുക്കുന്ന അപൂർവം ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഉദാഹരണത്തിന് ആസിം പ്രേംജി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, അശോക യൂണിവേഴ്സിറ്റി ഡൽഹി, ഹരിയാനയിൽ ബോർഡറിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നല്ല പൈസ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് കിട്ടും. പക്ഷെ അതേ സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നല്ല വാല്യൂസ് ഉള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമുക്ക് പുറത്തും ഇതിന്റെ CUET-ന്റെ പുറത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൂടി നോക്കാം. ഇപ്പൊ ഒന്നും കഴിയുന്നില്ല, ഏറ്റവും നല്ലൊരു ഉദാഹരണത്തിന് വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തുകൊണ്ട് ഒരു സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുക, ആ രൂപത്തിൽ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇയർ ഗ്യാപ്പ് എടുക്കുന്നത് കൊണ്ടും വലിയ വിരോധമില്ല. പക്ഷെ എന്താണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റണം, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. വെറുതെ ഒരു ഒരു പ്ലാൻ ഒന്നുമില്ല, പക്ഷെ അടുത്ത വർഷം CUET എഴുതിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി കയറുക എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ അതിൽ വലിയൊരു കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഓരോ സമയങ്ങളിലും നമുക്ക് നന്നായിട്ട് ക്ഷമ ഉണ്ടായിരിക്കുക. എല്ലാ ഓപ്ഷൻസും നിങ്ങൾ പരിഗണിക്കുക. എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 3 വർഷം അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യാം നിങ്ങളുടെ ഒരു കരിയർ, നിങ്ങളുടെ ഒരു ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഒരു ഏതാണ്ട് ഒരു നമ്മുടെ അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം തോന്നുന്നു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമുക്ക് പിന്നെ കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കിയിട്ടുണ്ട്, അതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഓക്കെ അത് പരിഗണിക്കാം. ഗൂഗിൾ ഫോമിലേക്ക് എല്ലാവരും ചോദ്യങ്ങൾ ഇടാൻ ശ്രമിക്കുക. ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് റാബിയ ഫാത്തിമ. എക്സ്പ്ലെയിൻ അബൌട്ട് അഗ്രികൾച്ചർ അഡ്മിഷൻ എന്നാണ് ചോദിച്ചത്. അഗ്രികൾച്ചറൽ അഡ്മിഷൻ അല്ലേ?
പൊതുവെ COET വഴി നടത്തുന്ന അഗ്രികൾച്ചറൽ കോഴ്സുകൾ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഐക്കർ എന്ന് പറഞ്ഞൊരു ഇത് നടത്തുന്ന ഗവൺമെന്റ് ഏജൻസി അല്ലെങ്കിൽ ഗവൺമെന്റ് ബോർഡ് നടത്തുന്ന ഐക്കർ എക്സാം പൊതുവെ ഉണ്ടായിരുന്നു. അതല്ലാതെ COET UG വഴി നടത്തുന്ന ഏതാനും ചില അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ലിസ്റ്റിലേക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരാം ഇതിനകത്തേക്ക്. നമ്മുടെ മറ്റ് കൗൺസിലേഴ്സും ഉണ്ട് ഇവിടെ, വേണമെങ്കിൽ അവർ യെസ് കൂടി യെസ് ഒന്ന്. തീർച്ചയായിട്ടും. അൻവർ സർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ. ഹലോ. അൻവർ ഓക്കെ. അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ മുമ്പ് 2 വർഷം മുമ്പ് വരെ ഐക്കർ പ്രത്യേക എക്സാം നടത്തിയിരുന്നു. അതായത് ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്ക് 20 ഇന്ത്യയിലെ വിവിധ ഗവൺമെന്റ് കോളേജുകളിലെ 20% സീറ്റുകളിലേക്ക് ഇപ്പം CUET വഴിയാണ്. CUET പ്രത്യേക പരീക്ഷ അതിനപേക്ഷിച്ച് എഴുതിയ കുട്ടികൾക്കാണ് ആ സീറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഈ CUET-യിൽ സ്കോറുള്ള കുട്ടികൾ പിന്നെ ഇതിന്റെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുത്തിട്ട് ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് കോളേജുകളിൽ 20% സീറ്റുകൾ നമുക്ക് ലഭ്യമാവും. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് COET UGന്റെ പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാവുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ്ട് അത് മനസ്സിലാവും. ഇത് ഇപ്പോൾ അഗ്രികൾച്ചറിന് മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഒരു പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എന്താ പറയാ ഉദാഹരണം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുകയാണ്, ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസിന്റെ പേര് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകൾ അവിടെ നിങ്ങൾക്ക് COET വഴി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. മറ്റൊരു ചോദ്യം വന്നത് BBAക്കുള്ള ബെസ്റ്റ് കോളേജ് ഏതാണ്? പൊതുവെ COET-യിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ശരിക്ക് BBA പോലുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉള്ള കോഴ്സുകളിലേക്കൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ബിസിനസ് സ്കൂൾ, സ്കൂളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ COET-ന്റെ അകത്ത് നല്ല കോഴ്സുകൾ, നല്ല സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇപ്പൊ തന്നെ പല IIM-കളിലേക്കൊക്കെ പല കോഴ്സുകൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പോ പല സമയത്തായിട്ട് ഇപ്പോൾ UG കോഴ്സുകൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പല IIM-കൾ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ BBAക്ക് മാത്രമായിട്ട് ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ പൊതുവെ BBA എന്നുള്ള ഒരു കോഴ്സ് ഒരു എന്താ പറയാ ഒരു വലിയൊരു അടിപൊളിയായിട്ടുള്ള എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള കോഴ്സുകൾ നമുക്ക് ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അത് മനസ്സിലാവും. ഓക്കെ, മറ്റ് കൗൺസിലേഴ്സിന് കൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ചോദ്യം, കൈൻഡ്ലി പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ രജിസ്ട്രേഷൻ ഫോർ കൗൺസിലിംഗ് സെഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. കൗൺസിലിംഗ് സെഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഇപ്പം ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഞാൻ പറഞ്ഞതിലുള്ള ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്നുള്ള ഒരു പ്രോസസ്സാണ് നടത്തുന്നത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസും കുറച്ചുകൂടി സിമ്പിൾ ആണ് ഈ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ ഒരു UOH UG അഡ്മിഷൻ വെറുതെ നടിക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക്
ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ നിങ്ങളുടെ CUET സ്കോർ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് കോഴ്സിലാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആ വിവരങ്ങളൊക്കെ നിങ്ങൾ അടിച്ചതിന് ശേഷം നിങ്ങളുടെ CUET സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലിസ്റ്റ് അവർ തയ്യാറാക്കും. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. സാധാരണയായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. നേരെ HCUവിന്റെ സൈറ്റിൽ, ഇതാണ് ഇപ്പോൾ UOHYD, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്നുള്ള സൈറ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിനകത്ത് അഡ്മിഷൻ പോർട്ടൽ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് കാര്യമായിട്ട് കാണുന്നത്. ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ശേഷം വെബ്സൈറ്റ് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം വെബ്സൈറ്റ് നോട്ടിഫിക്കേഷന്റെ ഭാഗത്ത് എന്താ പറയുക, സെലക്ടഡ് ലിസ്റ്റ് ഓഫ് ദ സെലക്ടഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. മറ്റൊരു ചോദ്യം, ഈസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാൻഡേറ്ററി ഫോർ എക്കണോമിക്സ് എന്നാണ് ചോദിച്ചത്. അത് നോക്കുന്ന സമയത്ത് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നമ്മൾ അഡ്മിഷന് ശ്രമിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഓരോ യൂണിവേഴ്സിറ്റീസും ഇറക്കിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് നോക്കിയിട്ടാണ് പൊതുവെ നമ്മൾക്ക് ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം എക്കണോമിക്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എഴുതാൻ വേണ്ടി അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതേ സമയത്ത് തന്നെ ചില യൂണിവേഴ്സിറ്റികൾ ഈ എക്കണോമിക്സ് പേപ്പർ മാത്രം എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അത് ഓരോ യൂണിവേഴ്സിറ്റീസിനനുസരിച്ച് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റീസിലാണോ എക്കണോമിക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. മറ്റു ചോദിച്ചിട്ടുള്ളത് കോഴ്സുകൾക്ക് ബെസ്റ്റ് കോളേജുകൾ ഏതാണ് എന്നുള്ളതാണ്. BComന് ബെസ്റ്റ് കോളേജ് ആണ്, BA ജിയോഗ്രഫിക്ക്. ഓക്കെ, ഇപ്പം പ്രത്യേകിച്ച് ഒരു BSc കുറച്ചുകൂടി ട്രഡീഷണൽ കോഴ്സാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ BCom പോലുള്ള കോഴ്സുകളാണെങ്കിൽ BA സോഷ്യോളജി, BA എക്കണോമിക്സ്, ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകളൊക്കെയാണ് പൊതുവെ നിങ്ങൾ നോക്കുന്നെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും ആദ്യം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളാണ്. ഇപ്പോൾ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ഉണ്ട്, ലേഡി ശ്രീറാം കോളേജ് ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ള കോളേജുകളൊക്കെയാണ് കൊമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കോളേജുകൾ. പൊതുവെ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കോളേജുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ട്രഡീഷണൽ ആയിട്ടുള്ളത്. അപ്പൊ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് പിന്നെ പൊതുവെ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് UG കോഴ്സായിട്ട് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ഇതേപോലത്തെ ഇപ്പോൾ സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി പോലുള്ള ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ നിങ്ങൾ പൊതുവായിട്ട് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ പുറത്തേക്ക് നമ്മൾ എന്താണ് ഈ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം. പക്ഷെ ജാമിയന്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ CUET UG വഴിയല്ല ഈ ജാമിയന്റെ ഇത്തരത്തിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോമൺലി ഉള്ള പൊതുവെ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് കൊടുക്കാറുള്ളത്. അവിടെയൊക്കെ ലാംഗ്വേജ് കോഴ്സുകളൊക്കെയാണ് കുറച്ചുകൂടി ലാംഗ്വേജ് കോഴ്സ് മറ്റുള്ള ചെറിയ ചെറിയ ചില കോഴ്സുകളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ കീഴിലുള്ള പല കോളേജുകളാണ്. അതുപോലെ തന്നെ BTechഉം ചോദിച്ചിട്ടുണ്ട്. BTechന് ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതാണ്? BTechന് പൊതുവെ നമ്മൾ CUET UG എക്സാം എഴുതാൻ വളരെ അങ്ങനെ സജസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ പൊതുവെ BTech കോഴ്സുകളൊക്കെ JEE എക്സാം എഴുതാനാണ് പറയാറുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പൊതുവെ CUET ഈസ് ഫോർ എന്താ പറയുക എക്സ്ക്ലൂസീവ്ലി അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾക്കാണ് പൊതുവെ പറയാറുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും CUET എഴുതിക്കൊണ്ട് നമുക്ക് ഏതെങ്കിലും BTech അഡ്മിഷൻ കിട്ടാവുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയെങ്കിലും അത് പറയാം ഈ ഒരു മീറ്റിങ്ങിലുള്ള. എൻ്റെ അറിവിൽ എനിക്ക് അറിയില്ല. റംല മാം നമ്മുടെ കൗൺസിലേഴ്സ് അൻവർ സർ, റംല മാം ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെട്ടാൽ നന്നാവും. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു റംല മാം? ആ അതായത് CUET UG വഴി നമുക്ക് BTech അഡ്മിഷൻ കിട്ടുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട് ബിടെക് ഉണ്ട് ഷബാബ് സാർ ശ്രദ്ധയിൽപ്പെടായിട്ടേക്കും സാറിന്റെ ഉണ്ട് കേട്ടോ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഞ്ചാബിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
മെയിൻലി എല്ലാ പ്രോഗ്രാംസും ഇല്ല. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബിടെക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഈ 3 പ്രോഗ്രാമുകളാണ് ഉള്ളത്. വളരെ കുറച്ച് സ്ഥാപനങ്ങളേ ഉള്ളൂ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ട് 3 സ്ഥാപനങ്ങളിലാണ് ഉള്ളതെന്നാണ്. എനിക്ക് പേരാണെങ്കിൽ നോക്കേണ്ടി വരുന്ന ലിസ്റ്റ്. പക്ഷേ കോഴ്സ് ഉണ്ട്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് മെയിൻലി ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ കാണുന്നുണ്ട്. ഉണ്ട്. അതെ, പഞ്ചാബിലുണ്ട്. വേറെ 2 സ്ഥലത്തും കൂടെ ഉണ്ട്. ഹരിയാന ആണോ മധ്യപ്രദേശ് ആണോ ഓർമ്മയില്ല. കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഉണ്ട്. അപ്പൊ അങ്ങനെ 3-4 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കമ്പ്യൂട്ടർ സയൻസ് മെയിൻലി ഉണ്ട്. പിന്നെ വരുന്നത് ഈസി ഉണ്ട്, അതേപോലെ 1-2 കോളേജുകളിൽ. പിന്നെ ഒരു കോളേജിലോ മറ്റോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും. അതാണ് ബിടെക്കിൽ കോഴ്സുകൾ ഉള്ളത്. ഉണ്ട് ബിടെക്. പിന്നെ ഈ എന്താ പറയാ, ട്രൈബൽ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി പേരിൽ വരുന്ന യൂണിവേഴ്സിറ്റി അല്ല, ആന്ധ്ര, ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് വരുന്ന അവിടെയൊക്കെ അതും ഉണ്ട് ബിടെക് കമ്പ്യൂട്ടർ കോഴ്സ്. നിങ്ങൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അന്നേരം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. മറ്റൊന്ന് CUT-ക്ക് പുറമേയുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് പ്രിഫേർഡ് ഇൻ കേരള ഫോർ പാരാമെഡിക്കൽ കോഴ്സസ്, occupational therapy and speech therapy? ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറുതായിട്ട് നേരത്തെ BBA ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഇപ്പം പുതുതായിട്ട് ആരംഭിച്ചെന്ന് തോന്നുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സാമ്പൽപൂരിൽ ഇപ്പോൾ ഒരു 4-year BBA കോഴ്സ് അല്ല, BS ബാച്ചലർ ഓഫ് സയൻസ് ഇൻ മാനേജ്മെന്റ് ആൻഡ് പബ്ലിക് പോളിസി എന്നുള്ളൊരു കോഴ്സിന് നമുക്ക് CUET-ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഐ മീൻ ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. IIM-ന്റെ കോഴ്സാണ്, അത്യാവശ്യം നല്ലൊരു കോഴ്സ് ആയിരിക്കും. റംല മാം പറഞ്ഞോളൂ കേട്ടോ. അല്ല, അതിലേക്ക് ഞാൻ ഈ BBA-ന്റെ കാര്യത്തിലേക്ക് തന്നെ ഞാൻ ഒന്നും കൂടെ ഒരു കാര്യം സപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ സർ, നമുക്ക് മുംബൈ യൂണിവേഴ്സിറ്റി, പൂനെ യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബിസിനസ് സ്കൂളുകളുണ്ട്. ഇപ്പം മിത്തിബായി, നർസി മോൻജി, സിംബയോസിസ് അക്കാഡമി, KJ സോമയ്യ, ഇങ്ങനെയൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് പകുതി സീറ്റ്, 50% സീറ്റ് CUET UG സ്കോർ പ്രകാരം അവർ എടുക്കുന്നുണ്ട്. ടോപ്പ് BBA, BMS, BBM പോലുള്ള കോഴ്സുകൾക്ക് വളരെ നല്ല കോളേജുകളാണ്. അപ്പൊ അവർക്ക് കുറച്ച് ഫീസ് ഉണ്ടാവും. അതിൽ സിംബയോസിസിലാണ് കുറച്ച് ഫീസ് കുറവുള്ളത് അക്കാഡമിയിൽ. ബാക്കിയുള്ളിടത്തൊക്കെ കുറച്ച് ഫീസ് ഉണ്ട്. പിന്നെ പൂനെ, മുംബൈ ബേസ് ചെയ്തുള്ള സ്ഥലങ്ങളിലും ആണുള്ളത്. അവിടേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല എക്സ്പോഷർ കിട്ടാൻ ഈ കൊമേഴ്സ് കോഴ്സുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോളേജുകളാണ് ഇവരൊക്കെ. ഓക്കെ, ഓക്കെ. മറ്റൊരു പിന്നെ എന്തോ ചോദ്യം, ഈ യാസിൻ സാർ എന്തോ പാരാമെഡിക്കൽ ചോദിച്ചല്ലോ, എന്തായിരുന്നു ചോദ്യം? ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ കേരള ഫോർ പാരാമെഡിക്കൽ കോഴ്സസ്, occupational therapy, speech therapy. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെയാണോ ചോദിച്ചത്? യൂണിവേഴ്സിറ്റി അതെ, നമുക്ക് യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ അല്ല, ഇനി മുതൽ അലൈഡ് ഹെൽത്ത് കോഴ്സസ് ആണ്. അപ്പൊ ആ കോഴ്സുകൾക്ക് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. ആ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ കോളേജുകളാണ്. അത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, KUHS എന്ന് പറയും. അതിന്റെ കീഴിൽ വരുന്ന കോളേജുകളിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഒക്യുപ്പേഷൻ തെറാപ്പി നമുക്ക് ഇവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലാണ് ഉള്ളത്, മാത്രമേ ഉള്ളൂ. പിന്നെ സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 6 കോളേജുകളിലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് നിഷൻ ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. പിന്നെ കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ബേബി മെമ്മോറിയൽ, പിന്നെ സ്പീച്ച് തെറാപ്പി AWH, കാസർഗോഡ് ഒരു കോളേജ്, പിന്നെ ഐക്കോൺസ് തൃശ്ശൂർ, ഇങ്ങനെ വരുന്ന കോളേജുകളാണ്. ഇത് കോളേജുകളാണ്. യൂണിവേഴ്സിറ്റി KUHS ആണ്. അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ LBS സെന്റർ ത്രൂ ആണ്, ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ കാര്യങ്ങൾ ഇതാണ്. ഈ 2 കോഴ്സുകൾക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. മറ്റൊരു ചോദ്യം, വിച്ച് ഈസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും നമ്മൾ ഫസ്റ്റ് ഒരു പ്രിഫറൻസ് ആയിട്ട് പലപ്പോഴും പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയാണ്, ഹൈദരാബാദ്. അപ്പോൾ അതല്ലാതെ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏത് കോളേജുകളാണെങ്കിലും, ഇപ്പോൾ ഹിന്ദു കോളേജ് പോലുള്ള മറ്റുള്ള പ്രധാനപ്പെട്ട മിരണ്ട ഹൗസ് പോലുള്ള ഈ ടോപ്പ് 10 വരുന്ന ഒരുപാട് കോളേജസ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുണ്ട്. അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ഒക്കെ BA ഇംഗ്ലീഷ് എന്നുള്ള കോഴ്സ്, BA ഇംഗ്ലീഷ് ഓണേഴ്സ് ആണ് ഇപ്പോൾ പല കോളേജുകളിലും കൊടുക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഒരു പ്രിഫറൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. കേരള യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡില് BBA കോഴ്സ് ഉണ്ടോ?
സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡിൽ BBA കോഴ്സ് ഇല്ല, BCA കോഴ്സാണ് നിലവിലുള്ളത്. BCA അതുപോലെ തന്നെ BCom കൂടാതെ BSc ബയോളജി എന്നുള്ള ഒരു കോഴ്സാണ് 3 കോഴ്സുകൾ CUET UG വഴി കൊടുക്കുന്നത്. ഓക്കെ. സർ അവിടെ BSc ബയോളജിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ കോഴ്സിന്റെ? ഞാനിപ്പോ പറഞ്ഞു, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ ഇവിടെ BSc ഹോണേഴ്സ് ബയോളജി ആണ്. അതായത് ഡൊമൈൻ സബ്ജക്ട് ഇതാണ്. ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്. ഇതാണ് BSc ഹോണേഴ്സ് വിത്ത് റിസർച്ച്. ലാംഗ്വേജ് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതാണ് അവർ ചോദിക്കുന്നത്. മറ്റൊരു ചോദ്യം, കശ്മീർ യൂണിവേഴ്സിറ്റി നല്ലതാണോ എന്നാണ് ചോദിച്ചത്. കശ്മീർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പോ ഉദാഹരണത്തിന് കാശ്മീർ യൂണിവേഴ്സിറ്റി തന്നെ പല ഡിപ്പാർട്ട്മെന്റ് ചിലപ്പം നല്ല ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടണമെങ്കിൽ ഇപ്പൊ കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അല്ല ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കാര്യമായിട്ട് പറയുന്നത്. ഒരു കോമൺ അഭിപ്രായം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് ആയിട്ട് ഏത് കാശ്മീർ യൂണിവേഴ്സിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വളരെ റെയർ ആയിട്ടുള്ള കോഴ്സുകൾ അവിടെ അല്ല, കോമൺ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പ്രിഫർ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് അത്രമാത്രം മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല, വലിയ യൂണിവേഴ്സിറ്റി റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുന്ന രൂപത്തിലുള്ള മാർക്കുകൾ ഇല്ല എങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അഡ്മിഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തോ? ഇനി അല്ലെങ്കിൽ ഇത് അതിന്റെ ഡേറ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു. പക്ഷെ ഇപ്പം വെബ്സൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. സെർവറിന്റെ എന്തോ ഒരു ഇഷ്യൂ കാരണം അത് വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ല. ഈ ഒരു ആഴ്ച കൊണ്ട് ഇപ്പോ ഒരു അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ആണ് ഇതിപ്പോ ജസ്റ്റ് കാണുന്നുണ്ട്. പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ഈ വീക്കിൽ അത് ഓപ്പൺ ആയിരിക്കും. അഥവാ ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ തന്നെ ഈ വീക്ക് ഈ വെബ്സൈറ്റ് ഈ ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെതും ഈ ഒരു വീക്കിൽ തന്നെ അത് ഓപ്പൺ ആയിരിക്കും. CUET-ന്റെ അണ്ടറിൽ ആസ്ട്രോഫിസിക്സിനെ പറ്റിയ കോളേജസ് എന്തെങ്കിലും ഉണ്ടോ? ആസ്ട്രോഫിസിക്സിനെ പറ്റിയ കോളേജസ് റംല മാം, അൻവർ സാർ, റംല മാം, ആരെങ്കിലും ഇതിലുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? യെസ്. ആസ്ട്രോഫിസിക്സ് UG ലെവലിൽ പഠിക്കാൻ വളരെ വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അക്രോസ് ഇന്ത്യ തന്നെ ഉള്ളൂ. ആഫ്റ്റർ +2 ആസ്ട്രോഫിസിക്സ് അതത്ര റെക്കമെൻഡഡും അല്ല. നമുക്ക് ശരിക്കും ആസ്ട്രോഫിസിക്സ് പോകാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് UGയിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിനു ശേഷം ആസ്ട്രോഫിസിക്സ് സ്പെഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഡയറക്റ്റ് ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ലെവലിൽ പോവാതിരിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് UG ലെവലിൽ നന്നാവുക. ആസ്ട്രോഫിസിക്സ് സ്പെഷ്യലൈസേഷൻ ആഫ്റ്റർ UG ഇൻ ഫിസിക്സ് ചെയ്യാൻ പറ്റും. അതായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. അങ്ങനെ പോകുന്ന സമയത്ത് JEE ക്ലിയർ ചെയ്യണമെന്ന് മാൻഡേറ്ററി ആണോ? JEE ക്ലിയർ ചെയ്യണമെന്നോ? ഹലോ, അത് JEE ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്നാ ചോദിച്ചത്. ഇല്ല അതില് എനിക്കൊന്ന് സാറേ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഫിറോസ് സാർ പറഞ്ഞ BSc ഫിസിക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് JAM അല്ലെങ്കിൽ ജസ്റ്റ് ജോയിന്റ് അഡ്മിഷൻ ഫോർ MSc അല്ലെങ്കിൽ ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതിയിട്ട് IIT-കളിലോ
NIT-കളിലോ ഒക്കെ ഈ MSc അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് PhD ചെയ്യുന്നതായിരിക്കും നന്നാവുക. ആസ്ട്രോഫിസിക്സിലൊക്കെ IIT-കളിൽ കോഴ്സുകളുണ്ട്. അതിന് ജാം എഴുതിയാൽ മതി. BSc ഫൈനലായിരിക്കുന്ന സമയത്ത് ജാം എക്സാം എഴുതുക കേട്ടോ. സാറ് പറഞ്ഞ പോലെ തന്നെ ആസ്ട്രോഫിസിക്സ് ഡിഗ്രി തലത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഉള്ള അവസരം കുറവാണ്, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കബീർ സാറേ, ആ വേണമെങ്കിൽ അവർക്ക് ഇപ്പൊ ഈ മൈനറായിട്ട് എലക്ടീവ് പേപ്പർ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അല്ലേ? ഡിഗ്രിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് JEE അഡ്വാൻസ്ഡ് വഴി IIST-ല് പിന്നെ ആസ്ട്രോഫിസിക്സ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 5 ഇയർ ഡ്യുവൽ ഡിഗ്രി കോഴ്സ് ഉണ്ടല്ലോ, BTech പ്ലസ് MSc/MTech എന്നുള്ള കോഴ്സില്ലേ, അതിൽ MSc-ല് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയില്ല, ഒന്നും കൂടി ഒന്ന് പറയും. ഏതാ ഇപ്പൊ പറഞ്ഞില്ലേ ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോളജി, MSc വരുന്നത്, അതൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അത് ചെയ്യാം. JEE അഡ്വാൻസ്ഡ് വഴിയാണ്. JEE മെയിൻ എഴുതിയിട്ട് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ JEE അഡ്വാൻസ്ഡ് എഴുതാലോ. അപ്പൊ ഈ JEE അഡ്വാൻസ്ഡ് ഒരു 10,000 ഉള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടല്ലോ, IIST എന്നുള്ള സ്ഥാപനം ഉണ്ട് തിരുവനന്തപുരത്ത്. അവിടെ ഒരു 5 ഇയർ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, BTech പ്ലസ് MSc/MTech എന്നൊരു കോഴ്സ് ഉണ്ട്. അതിൽ MSc-ല് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇപ്പൊ പ്ലസ് ടു കുട്ടികൾക്കുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ സർ. BSc അഗ്രികൾച്ചറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരോ? അത് നേരത്തെ പറഞ്ഞല്ലോ, ഐക്കർ എക്സാം പിന്നെ ഇതിൽ CUT എഴുതിയ, CUT-യിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പേപ്പേഴ്സ് എഴുതിയ ആളുകൾക്ക് ഐക്കർ നടത്തുന്ന കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുത്തിട്ട് ഓപ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലുള്ള വിവിധ ഗവൺമെന്റ് അഗ്രികൾച്ചർ കോളേജുകളിൽ നമുക്ക് സീറ്റുകൾ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നീറ്റ് എഴുതിയിട്ട് കേരളത്തിലെ കേരള എൻട്രൻസ് കമ്മീഷണറുടെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കുക, എന്നിട്ട് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കോളേജുകളിൽ അഗ്രികൾച്ചർ പഠിക്കാം. അങ്ങനെ 2 ഓപ്ഷനാണുള്ളത്. സാർ, അപ്പൊ ഈ അഗ്രികൾച്ചറിനകത്ത് ICAR രജിസ്റ്റർ ചെയ്യേണ്ട സമയം ആവുന്നല്ലേ ഉള്ളൂ? അതെ, അത് CUT-യുടെ ഇതിന് ശേഷം, CUT റിസൾട്ട് വന്നതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് വേണ്ട ഓപ്ഷൻസ് കൊടുക്കാം. അവിടെ അഗ്രികൾച്ചർ മാത്രമല്ല 13ഓളം കോഴ്സുകളുണ്ട്. അപ്പൊ ഏത് കോഴ്സുകളാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം, കോളേജിന്റെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. സർ, കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ് എവിടെയാണുള്ളത് അറിയോ? ഇന്റഗ്രേറ്റഡ് കോഴ്സ് അത് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BTech മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്നൊരു കോഴ്സ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. വേറെ എവിടെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. PUT വഴിയുണ്ട്. സർ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഉള്ള നല്ല കോഴ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന എല്ലാ കോഴ്സുകളും നമുക്ക് ഒന്ന് കാണാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും കോഴ്സുകളുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീന്? BA, BCom, BSc രൂപത്തിൽ ഒരുപാട് 33ഓളം കോഴ്സുകൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് കോഴ്സ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ട്
ഓരോ സ്റ്റുഡൻസ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങളൊക്കെ വഴി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് കോഴ്സാണ് ഏത് രൂപത്തിലാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, മറ്റൊരു ചോദ്യം, ജിയോളജിക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളതാണ്. ജിയോളജി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം തന്നെ ഇത് ഒരു കോഴ്സായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്ലൈഡ് ജിയോളജി എന്നുള്ള ഒരു കോഴ്സ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉണ്ട്. അതല്ലാതെ സർ, ജിയോളജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ജിയോളജി ഇപ്പോൾ അത്ര ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണോ? അതിന്റെ ഓപ്പർച്യൂണിറ്റികളൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഓപ്പർച്യൂണിറ്റി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാണ്. ഇപ്പം BSc ജിയോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു റിസർച്ച് ഏരിയയിലേക്ക് വരുന്ന ഒരു കോഴ്സാണ്. അതായത് ഡിഗ്രി കഴിഞ്ഞു നേരെ ഇപ്പോൾ MSc ജിയോളജി ചെയ്തു, കുറച്ചും കൂടി ഒരു ജിയോളജിക്കൽ സർവേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത്തരത്തിലുള്ള കുറച്ചും കൂടി സാധ്യതകളുള്ള ഒരുപാട് എന്താ പറയുക നല്ല സാധ്യതകളുള്ള അത്യാവശ്യം നല്ല റിസർച്ച് ഏരിയയിലൊക്കെ കുറച്ച് നന്നായി റിസർച്ചിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം സാധ്യത ഉണ്ട്. പക്ഷെ നമ്മളൊരു ഇപ്പോ എന്താ പറയാ ഈ ഒരു സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ ഒരു BSc ഫിസിക്സ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കെമിസ്ട്രി ചെയ്യുന്ന പോലെയുള്ള അത്തരത്തിൽ വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ല, വളരെ സ്പെസിഫിക് ആണ് ആ ഒരു ഏരിയ എന്ന് പറയാൻ പറ്റും. ഒരു ജിയോളജിസ്റ്റ് ആവാനും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റും. ഗവൺമെന്റിന്റെ തന്നെ പല ഏജൻസികളൊക്കെ തന്നെ ഇപ്പം ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലേക്കൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഷബാബ് സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് എന്താ പറയാ കൺസ്ട്രക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, വേസ്റ്റ്, ഇതുമായൊക്കെ ബന്ധപ്പെട്ടൊക്കെയുള്ള മേഖലകളിൽ റിസർച്ചിന് ശേഷം ജോലി സാധ്യതകൾ ഒരു വൈഡായിട്ട് നമുക്ക് അറ്റ് എ ഗ്ലാൻസിൽ കാണാൻ പറ്റുന്ന ജോലികളില്ല. പക്ഷേ റിസർച്ച് മേഖലകളിൽ നല്ല രീതികളിൽ ഈ ഏരിയകളൊക്കെ നമുക്ക് ഇനി വേണ്ട ഒരു സസ്റ്റൈനബിലിറ്റി വേണ്ട ഒരു ഏരിയകളായതുകൊണ്ട് തന്നെ ആ തരത്തിൽ കുറച്ച് ലോങ് ടേം പ്ലാൻ എടുക്കുക, സബ്ജക്റ്റിനോട് അത്രയും താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നല്ലതായിരിക്കും. പെട്ടെന്ന് പഠിച്ച് ഒരു നല്ല ഒരു കരിയർ സെറ്റ് ചെയ്യാന്നുള്ള ആളുകൾക്ക് കുറച്ച് ടൈം എടുക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അതെ 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 അതെ. മാഡം, ജിയോളജി ഉള്ള കോളേജസ് ഒന്നുകൂടി പറയും. കോളേജ് ലിസ്റ്റ് എനിക്ക് നോക്കേണ്ടി വരും. ഇപ്പോൾ നിലവിലുള്ളത് ഞാനിപ്പോൾ കണ്ടതിൽ പോണ്ടിച്ചേരി സാറ് യൂണിവേഴ്സിറ്റി കാണിക്കുന്നുണ്ട്. BSc അപ്ലൈഡ് ജിയോളജി എന്നുള്ളൊരു കോഴ്സ് കാണുന്നുണ്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. BHU ഡൽഹി ഒക്കെ ഉണ്ട് സാറേ. ഓക്കെ. ബനാറസിന്റെ ഡൽഹി ഉണ്ട്. അലിഗഡിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അലിഗഡിൽ ഉണ്ട്, പക്ഷെ അലിഗഡ് ഇത് വഴിയല്ല, അത് അവരുടെ ടെൻഡൻസ് ആണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗുൽബർഗ ഉണ്ട്, കർണാടക. ഇന്റഗ്രേറ്റഡ് MSc ജിയോളജി ഉണ്ട്. സാർ, എൻവയോൺമെന്റൽ സയൻസിനെ പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതെന്ന് പറയാമോ? ഹമീദ് സർ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും? സാറേ, ഏത് എൻവയോൺമെന്റൽ സയൻസോ ഒന്ന് നോക്കണം സാറേ കറക്റ്റ് ആയിട്ട്. ആ ഒരു കോഴ്സ് തന്നെ, ആ പേരിൽ തന്നെ കോഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. സർ, നമ്മൾ ഈ ബയോളജിക്കൽ സ്റ്റഡി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി അതിനൊക്കെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണെന്ന് പറയാമോ? റംല മാം ഒന്ന് ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അൻവർ സർ, എന്താണ് ക്വസ്റ്റ്യൻ?
ബയോളജി ബയോകെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കാൻ പറ്റും? ബയോളജിക്കൽ സയൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ സ്റ്റഡി ബയോടെക്നോളജി ബയോകെമിസ്ട്രി അതിന്റെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണെന്ന് അറിയാൻ. ഇതിൽ ഏതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്? ബയോളജി എന്ന് പറഞ്ഞായിട്ട് നമ്മൾ നേരത്തെ തന്നെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബയോളജി എന്ന് പറഞ്ഞല്ലോ. അത്തരം കോഴ്സുകൾ പുതുതായിട്ട് ഈ നോമൻക്ലേച്ചർ പുതിയതായിരിക്കുന്ന കോഴ്സ് എടുക്കുമ്പോൾ പുതിയതാണെങ്കിലും അതിൻ്റെ ഒരു റിസ്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റത്തിൽ ഇപ്പോൾ BSc ബയോളജി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ MSc ഏതിന് പോകുന്നുള്ളൊരു ചോദ്യം വരും. MSc സുവോളജിക്ക് പോകാൻ പറ്റുമോ, ബോട്ടണിക്ക് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള ചില ഇഷ്യൂസ് നമ്മുടെ ഇതിൽ ഉണ്ടാവും. ആ അർത്ഥത്തിൽ വേണം അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ് അല്ലാത്ത നോമൻക്ലേച്ചറുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജോലി സാധ്യത അതിനനുസരിച്ച് ബാധിക്കും. ബയോളജി എന്നുള്ളതിനേക്കാളും അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഒക്കെ ആണല്ലോ എപ്പോഴും. അതാണ് ജോലിയുടെ കാര്യത്തിൽ ആലോചിക്കേണ്ടത്. നമുക്ക് UPSC മുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യയിലെ ഗവൺമെൻറ് തലത്തിലും അല്ലാത്തതായിട്ടുള്ള സ്ഥാപനങ്ങൾ സ്പെഷ്യലൈസ്ഡ് ഏരിയയിലാണ് വലിയ ജോലിക്ക് എടുക്കുക. സാധാരണ ജോലികൾക്കാണെങ്കിൽ ഇപ്പോൾ പിന്നെ അതിന് പോലും ഡിഗ്രി തലത്തിൽ വിഷയം ഉണ്ടാവും. അപ്പോൾ ആ വിഷയത്തിനനുസരിച്ചാണ് എടുക്കുക. അത് ഓർത്താൽ മതി. അങ്ങനെയുള്ളത് എടുക്കുമ്പോൾ നമ്മൾ പുതിയതാണെന്നുള്ളതിന്റെ പേരിൽ മാത്രം കയറി എടുക്കരുത്. ഈ അതിനോട് ആഡ് ചെയ്യട്ടെ സാറേ. അതോടൊപ്പം ബയോടെക്നോളജിയും ബയോ കെമിസ്ട്രിയും ചോദിച്ചിരുന്നു അതിൻ്റെ കൂടെ. ഈ ബയോടെക്നോളജിയും ബയോ കെമിസ്ട്രിയും ഇതുപോലെ തന്നെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് കോഴ്സാണ്. നമ്മൾ സാധാരണ BSc ബയോടെക്നോളജിയോ BSc ബയോ കെമിസ്ട്രിയോ കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് PG കഴിഞ്ഞ് ഒരു റിസർച്ച് തലത്തിലേക്ക് പോയാൽ മാത്രമേ അതിനൊരു ജോലി സാധ്യത ഉണ്ടാവും. ബയോളജിയുടെയും ടെക്നോളജിയുടെയും ഒരു കോമ്പിനേഷനാണല്ലോ ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് ടിഷ്യൂ കൾച്ചർ മറ്റുള്ള ആ ഒരു തലത്തിൽ ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ടും കൂടിയുള്ള ഒരു റിസർച്ച് ഓറിയൻറ്റഡ് കോഴ്സാണ്. അപ്പോൾ ആ ഒരു ലോങ് ടേം കോഴ്സായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ബയോ കെമിസ്ട്രി അത് തന്നെയാണ്. ബയോ കെമിസ്ട്രി BSc ബയോ കെമിസ്ട്രി കഴിഞ്ഞാൽ ഒരു പക്ഷേ ലാബിൽ ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് പോലും ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. അത് PG ലെവലിൽ പഠിച്ചു പിന്നീട് ഒരു റിസർച്ച് തലത്തിലേക്ക് പോയാലേ അതിൻ്റെ ഒരു നല്ല ഒരു കരിയറിലേക്ക് എത്താൻ കഴിയും. അപ്പൊ സാറേ നമ്മളിപ്പോ ഈ കാസർഗോഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കാസർഗോഡ് ബയോളജി BSc ബയോളജി എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ആൾക്കിപ്പോ നോക്കിയപ്പോ 98 പോയിന്റ് ആണ് പെർസെന്റേജിൽ കിടക്കുന്നത് കുട്ടിക്ക്. അപ്പോ അങ്ങനെ BSc ബയോളജി കിട്ടാനുള്ള സാധ്യതയായിരിക്കില്ലേ കൂടുതല്? കിട്ടാനുള്ള സാധ്യതയെ കുറിച്ചല്ലല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കോഴ്സ് എടുത്താലുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണല്ലോ. ആ ബെനിഫിറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കണക്കിലെടുത്താൽ മതി, സീറ്റ് കിട്ടുമായിരിക്കും. അതുപോലെ നേരത്തെ ആരോ എൻവിറോൺമെന്റൽ സയൻസിന്റെ ടെക്നോളജിയുടെ ഒക്കെ കാര്യം ചോദിച്ചല്ലോ. അത് ഈ രൂപത്തിൽ ഈ അഡ്മിഷൻ വഴിയല്ല, പക്ഷേ കുസാറ്റിലും JNUവിലും പിന്നെ അണ്ണാ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ആലോചിച്ചെടുക്കേണ്ട കോഴ്സുകളാണ്. വളരെ ഉന്നതമായ ജോലി കിട്ടുന്ന കോഴ്സാണ്. പക്ഷെ ഈസി ആയിട്ട് നമ്മൾ ഒരു ജോലി സാധ്യത എന്ന് സാധാരണ ഒരു കുട്ടി ചോദിക്കുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞു നേരെ ഒരു ജോലിക്ക് കയറി എന്ന് പറയുന്ന സ്റ്റൈലുള്ള കോഴ്സുകളല്ല. മറ്റൊരു ചോദ്യം വന്നത് ഈസ് ഹിന്ദി അവൈലബിൾ ഇൻ IFFLU at UG level? How UG admission process goes at IFFLU? Shabab sir. യെസ്. ഹിന്ദി UG കോഴ്സ് ആയിട്ട് IFFLUവിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ നമുക്ക് ഹിന്ദി നമ്മൾ ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് CUET UG വഴി നമുക്ക് ഹിന്ദിക്ക് BA ഹിന്ദി കോഴ്സുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ IFFLUവിൽ ഉള്ളത് PG മുതൽ PG ആൻഡ് PhD IFFLUവിൽ അവൈലബിൾ ആണ് ഹിന്ദി. Okay, thanks.
മറ്റൊരു ചോദ്യം സർ, എനി ഇൻഫോ അബൌട്ട് BSc ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് അതർ ഫ്യൂച്ചർ സ്കോപ്സ്? ഏകദേശം ആ ഒരു സലാം സർ ഒന്ന് ഈ ഹോർട്ടിക്കൾച്ചർ ഒക്കെ അഗ്രികൾച്ചറിന്റെ ഭാഗം തന്നെയാണ്. BSc അഗ്രികൾച്ചർ ആണ് അത് പഠിക്കേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, അതിൽ സെൻട്രൽ തലത്തിൽ ഉള്ള ഒരു റിസർവേഷന്റെ ഭാഗമായിക്കൊണ്ട് ഐക്കർ നടത്തുന്ന കോഴ്സുകളിലേക്ക് CUT-ന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടക്കും. BSc അഗ്രികൾച്ചർ കഴിഞ്ഞ് വേണമെങ്കിൽ MSc അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ സ്പെഷ്യലൈസേഷൻ കൂടി പോവാം. BSc അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷനാണ്. അത് ശരിക്കും അഗ്രികൾച്ചർ ഇൻസ്ട്രുമെൻസിൻ്റെ, ഈ വലിയ വലിയ മെഷീനറികൾ ആണല്ലോ ഇപ്പോഴും പുതുതായിട്ട് അഗ്രികൾച്ചറിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ചെയ്യുന്നത്. മാൻ പവർ ഉപയോഗപ്പെടുത്തുന്നതിന് പകരമായിട്ട് മെഷീനറി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊയ്ത്ത് മെഷീന്, മറ്റുള്ള മെതി മെഷീന് എല്ലാം വന്നു. പിന്നെ ഞാറ് നടൽ എല്ലാം മെഷീനറി ആയിട്ടുണ്ട്. ആ മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന് വരുന്നത്. BSc അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് കൂടുതലുള്ളത്, അപ്പം കൂടുതൽ കോഴ്സുകളുള്ളത്. അപ്പോൾ ആ രീതിയിൽ BSc അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്യൂയിങ്, അതിൻ്റെ നടൽ, അതിൻ്റെ പിന്നെ ധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് BSc അഗ്രികൾച്ചറിൽ വരുന്നത്. BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഏതാണ് താല്പര്യം? ഒന്ന് ടെക്നിക്കലാണ്, മറ്റേത് ടെക്നിക്കലല്ല. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പിന്നെ സ്കില്ലും അതിൻ്റെ ഒരു കഴിവൊക്കെയാണ് BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടത്. മറ്റുള്ളത് ഒരു ബയോളജി ബോട്ടണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ BSc അഗ്രികൾച്ചർ പഠിച്ചിട്ട് നേരത്തെ പറഞ്ഞ പിന്നെ ഹോർട്ടിക്കൾച്ചറോ മറ്റുള്ള മേഖലയിലേക്കൊക്കെ പോകാൻ കഴിയും. സർ, ഞാനിപ്പോ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിനും ബോട്ടണിക്കും കൊടുത്തെന്ന് വെച്ചോ, ബട്ട് എനിക്ക് ഇംഗ്ലീഷിനോടാണ് കൂടുതൽ താല്പര്യം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ബോട്ടണിക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുക്കണോ അതോ സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യണോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഒരു യൂണിവേഴ്സിറ്റിയിൽ ബോട്ടണിക്കും ഇംഗ്ലീഷിനും കൊടുത്തെന്ന് വെച്ചോ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ബോട്ടണിക്കാണ് കിട്ടിയത്, ബട്ട് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇംഗ്ലീഷിനാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ബോട്ടണിക്ക് അഡ്മിഷൻ എടുക്കണോ അതോ സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുകയാണോ വേണ്ടത്? ഷബാബ് സാർ ഒന്ന് ഇടപെട്ടോട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ അഡ്മിഷൻ പോളിസിയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവർ നോർമലി സാധാരണ നമുക്ക് ഉണ്ടാവുക, ഒരു കോഴ്സിന് അഡ്മിഷൻ എടുത്തു, നെക്സ്റ്റ് ഒരെണ്ണം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതിന്റെ വെയിറ്റ് ലിസ്റ്റിൽ നമ്മൾ കിടക്കുന്നതിന് നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം. ഒരു യൂണിവേഴ്സിറ്റി തന്നെ ചെയ്യാവോന്ന് വെച്ചാൽ വേറെ യൂണിവേഴ്സിറ്റിയിലോ എങ്ങനെയാ? ഹലോ അനുഷ. യെസ് സർ, അത് ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പൊ ബോട്ടണിക്ക് എന്താ പറയാ, ഇത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ആ ചാൻസ് പോവോ? ഇല്ല, കംപ്ലീറ്റ് കോഴ്സിന്റെ പോകില്ല. കംപ്ലീറ്റ് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു IGNTU നിങ്ങളൊരു ബോട്ടണിക്കൽ ലിസ്റ്റ്, അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ വൺസ് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഷുവർ ലിസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഷുവർ ലിസ്റ്റിൽ ജോയിൻ ചെയ്യേണ്ടി വരും. വെയിറ്റ് ലിസ്റ്റിൽ വരുന്നതിന് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, വൺസ് പെർമനന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റത് ബാക്കിയുള്ള ലിസ്റ്റിൽ നിന്ന് പുറത്താവുമെന്നല്ലേ ചോദിക്കുന്നത്? അതെ അതെ അതെ, അത് ഡിപ്പെൻസ് യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചാണ്. ഓരോ യൂണിവേഴ്സിറ്റി ഓരോ പോളിസി ആ കാര്യത്തിൽ. ഓക്കെ സർ, താങ്ക് യു. സർ, ചോയ്സ് ഫില്ലിങ്ങിനെ പറ്റി ഒന്ന് സംസാരിക്കാവോ? ഈ പ്രിഫറൻസ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോർട്ടൽ ഓപ്പൺ ആയല്ലോ, അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയുമോ? ഡൽഹി യൂണിവേഴ്സിറ്റി പോർട്ടൽ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ മാത്രമാണോ അല്ലെങ്കിൽ മറ്റേ? അപ്പൊ ആദ്യം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി നമുക്ക് ജസ്റ്റ് പറയാം. ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെത് CSAS, അതായത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പോർട്ടൽ വഴിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം വഴിയാണ് നമുക്ക് അഡ്മിഷൻ ആയിട്ട് കിട്ടുന്നത്.
പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏത് കോഴ്സിനാണ് നോക്കുന്നത് പൊതുവെ? സർ BSc മാത്സ്. BSc മാത്സ്. ഓക്കെ. അപ്പോൾ BSc മാത്സ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഇപ്പോൾ NIRF റാങ്ക്, ഇപ്പോൾ റാങ്കിങ് നോക്കിയപ്പോൾ പൊതുവെ നമുക്ക് പറയാൻ പറ്റും ഹിന്ദു കോളേജ്, ഈ ഇതേപോലുള്ള കോളേജുകൾ ഉണ്ടല്ലോ, ഹിന്ദു കോളേജ്, ശ്രീറാം കോളേജ്, ഹൻസ്രാജ് കോളേജ്, ഇത്തരത്തിലുള്ള കുറച്ച് നല്ല കോളേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ NIRF റാങ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ ബെസ്റ്റ് ടോപ്പ് 10 കോളേജസ് ഫോർ മാത്തമാറ്റിക്സ് ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് നമുക്കൊരു ധാരണ കിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏതാണ് ഏറ്റവും നല്ല മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. ഹിന്ദു കോളേജിലുള്ളത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം ഇതാണ് ഒന്നാമത്തെ പ്രിഫറൻസ് നോക്കേണ്ടത്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഇൻസൈഡ് ആണെങ്കിൽ പിന്നെ എന്താ പറയുക, അതിൻ്റെ അകത്തുള്ള ഒരു പ്രയോറിറ്റി നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് DU സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതത് കോളേജുകളിലെ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള കുട്ടികളുടെയൊക്കെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റി പുറത്തേക്കാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് ഓരോ യൂണിവേഴ്സിറ്റികളിലും യൂണിവേഴ്സിറ്റിന്റെ പേര് മാത്രം നോക്കാതെ എന്താണ് അതത് ഇപ്പോൾ മാത്തമാറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്സ് ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് നോക്കിയിട്ട് അവിടെ കൊടുക്കാൻ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ നോക്കാം, ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കണം. ഫീ മിക്കവാറും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നോമിനൽ ആയിട്ടുള്ള ഫീസാണ് കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഫീ വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും തോന്നുന്നു. ഏതാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്, അല്ലേ ഉദ്ദേശിച്ചത്? യെസ് സർ. സർ അതുപോലെ ഇപ്പൊ ഒരു പ്രിഫേർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് ചോയ്സ് ഫില്ലിംഗ് ഒരു ഫാക്ടർ അല്ലേ? അപ്പോ മാത്സിൽ കുറച്ച് പെർസെന്റൈൽ കുറവാണ്. അപ്പോ അതിനനുസരിച്ച് എങ്ങനെ പ്രിഫറൻസ് ലിസ്റ്റിൽ ചേഞ്ച് വരുമല്ലേ? ഓക്കെ. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കോളേജുകൾ മാത്രമായിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ബെസ്റ്റ് കോളേജുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ പറയുക, ഏറ്റവും നല്ല കുട്ടികൾ, ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുക. അപ്പം നമ്മൾ ഒരു ഏതാണ്ടൊരു ധാരണ നമുക്ക് നോക്കാം എത്ര ഗൂഗിൾ. ഓക്കെ. അപ്പം എന്താണ് ഈ ഒരു ലിസ്റ്റ് ഔട്ട് നമുക്ക് ഏതാണ്ട് ഒരു നല്ല ഒരു സൂപ്പർ ലെവലുള്ള കോളേജ്, മീഡിയം ലെവലുള്ള കോളേജ്, അതിന് അപ്പൊ നമ്മൾ മിക്സ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും നല്ല കോളേജുകളിലേക്ക് തന്നെ ചിലപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റിലോ മൂന്നാമത്തെ ലിസ്റ്റോ ഒക്കെ ആയിട്ട് ചിലപ്പം വന്നേക്കാം. അപ്പോൾ ആ രൂപത്തിൽ വരുന്ന സമയത്ത് ഒരു എന്താ പറയുക, നമുക്ക് ഉറപ്പായിട്ട് കിട്ടാൻ സാധ്യതയുള്ള കോളേജ് കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ അതിന്റെ താഴെയുള്ള ഉറപ്പായിട്ടും വെക്കുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് കമ്പാരിറ്റീവ്ലി ഒന്ന് എത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുള്ളതാണെങ്കിലും അതുകൂടി ഈ ഓപ്ഷനിൽ ഉൾപ്പെടുത്താം. സാർ ഒറ്റ കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. നേരത്തെ Yes, DUവിന്റെ yes, yes. കാര്യം പറഞ്ഞപ്പോൾ DUവില് Yes, yes. നമുക്ക് ഒന്ന് DUവിന്റെ അഡ്മിഷൻ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നടന്ന വെബിനാറുകളുടെ ലിസ്റ്റ് കിട്ടും. യൂട്യൂബ് ലിങ്ക് അവിടെ ഉണ്ട്. കൃത്യമായിട്ട് അവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അത് നോക്കാം. 2 ചാറ്റ് ബോർഡ് സൗകര്യമുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സൈറ്റിൽ. വൺസ് കയറി ഡൗട്ട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അതുകൂടെ ലൈവായിട്ട് തന്നെ മറുപടിയും കിട്ടും. അങ്ങനെ സൗകര്യം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ UG സീറ്റ് വരുന്ന ഒരു സ്ഥാപന നിലകൾക്ക് അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യം ചെയ്യണം. സാർ JNUവില് എൻവയോൺമെന്റൽ സയൻസ് ഉണ്ടോ? JNUവില് ഡിഗ്രി ലെവലിൽ എൻവിറോൺമെന്റൽ സയൻസ് ഇല്ല. PG ലെവലിലെ കോഴ്സാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. PG ലെവലിലാണോ ഉദ്ദേശിച്ചത്? അല്ല, UGയിലാ ഉദ്ദേശിച്ചത്. UG ലെവലിൽ ഇല്ല, അവൈലബിൾ അല്ല. ഓക്കെ സാർ. സാർ എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് എടുക്കേണ്ടതുണ്ടോ? പിന്നെ അതേപോലെ അതിൽ എന്തൊക്കെ ആൾട്ടർനേറ്റീവ്സ് ഉള്ളത്? ഇംഗ്ലീഷ് ബോറിംഗ് അല്ലാതെ പഠിക്കാൻ വേറെ എന്തെങ്കിലും കുറെ പോയട്രി പഠിക്കാതെ അങ്ങനെ എന്തെങ്കിലും വേറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ ഇംഗ്ലീഷിൽ? ഇംഗ്ലീഷ് ഇപ്പോ എന്താ പറയാ, ശരിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് എന്ന് വരുന്ന സമയത്ത് ഇപ്പൊ CUETന്റെ ആൻഡറിലൊക്കെ ആണെങ്കിൽ
കൃത്യമായിട്ടുള്ള ഏതാണ്ടൊരു ഇപ്പം കുറേയൊക്കെ മാറ്റങ്ങൾ വരും. നമുക്ക് കുറച്ചും കൂടി എലക്റ്റീവ് വെച്ചിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മേജർ സാധനങ്ങൾ മൈനർ എന്നൊക്കെയുള്ള രൂപത്തിൽ കുറച്ചൊക്കെ മിക്സ് ആക്കി പഠിക്കാൻ പറ്റും. എന്നാലും നമുക്ക് എത്രമാത്രം ഒരു PG കോഴ്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയും വെറൈറ്റീസ് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറ്റുന്നോ അത്രമാത്രം നമുക്ക് BA ഇംഗ്ലീഷിന്റെ സിലബസ് അത്രമാത്രം ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇന്ന ഇപ്പോൾ ലിറ്ററേച്ചർ പഠിക്കേണ്ടി, ഇപ്പം BA ഇംഗ്ലീഷ് ഓണേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ലിറ്ററേച്ചർ നിർബന്ധമായിട്ട് പഠിക്കേണ്ടി വരും, ഫോണിറ്റിക്സ് പഠിക്കേണ്ടി വരും. അങ്ങനത്തെ കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് എന്തായാലും അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി പേഴ്സണൽ ആണ്. എനിക്ക് എന്താ പറയാ, ഇംഗ്ലീഷ് നല്ല ഇഷ്ടമാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്കൊരു എന്താ പറയാ, ഒരേ സമയത്ത് തന്നെ ഒരു റെഗുലർ കോഴ്സും ഒരു ഡിസ്റ്റൻസ് കോഴ്സും നമുക്ക് സൈഡായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പം വേറെ ഏതാണോ നമ്മുടെ കോഴ്സ് ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള കോഴ്സ് ഏതാണ് അതിനനുസരിച്ച് നമുക്ക് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഏതായാലും ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം, അതായത് ഇപ്പോഴും സ്റ്റിൽ ഒരു BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നുള്ളത് CUETന്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾ എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു ഫിക്സഡ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതേ സമയത്ത് അത് MAയിലേക്കൊക്കെ വരുന്ന സമയത്ത്, PGയിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം ഒരുപാട് ഇഷ്ടം പോലെ ഇപ്പോൾ ഇഫ്ലൂലേക്കൊക്കെ ആണ് നിങ്ങൾ അഡ്മിഷൻ ഒക്കെ എടുക്കുന്നെങ്കിൽ ഇഫ്ലൂൽ കഫ്റ്റീരിയ എന്നൊക്കെ പറഞ്ഞ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ലിറ്ററേച്ചർ പേപ്പറുകളൊക്കെ ഒഴിവാക്കുക, കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുക, ആ രൂപത്തിലൊക്കെ ഉണ്ട്. നിലവിൽ BA ഇംഗ്ലീഷിന് അത്രമാത്രം വലിയ സാധ്യതയില്ല, ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറയുന്നു. സർ, BA എക്കണോമിക്സിന് പറ്റിയ സൗത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഒന്ന് പറയോ? ഫിസിക്സിനെ കുറിച്ച് BA എക്കണോമിക്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സൗത്തിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ സൗത്തിൽ നമ്മൾ CUETന്റെ അണ്ടറിൽ നോക്കുന്ന സമയത്ത് ഇതാണ് ഓപ്ഷൻ ഉള്ളത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഒരു മിനിറ്റ്, വേറെ ആർക്കെങ്കിലും ഇടപെടണമെങ്കിൽ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിൽ അത് പറയാം കേട്ടോ. റമില മാം. എക്കണോമിക്സ് പിന്നെ പ്രധാനപ്പെട്ട എക്കണോമിക്സ് അല്ലേ ചോദിച്ചത് അല്ലേ? പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സർ BSc ഫിസിക്സ് ആണ് ചോദിച്ചത്. അല്ല അതിന് മുമ്പ് ആരോന്ന് ചോദിച്ചിരുന്നല്ലോ, ആ സൗത്ത് സർ, ഇന്ത്യയിൽ ചോദിച്ചായിരുന്നു. എക്കണോമിക്സ് അല്ലേ ചോദിച്ചത്? അതെ സർ. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉള്ളത് ഇപ്പം സൗത്തിലേക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്റഗ്രേറ്റഡ് PG ഇൻ എക്കണോമിക്സ് ഉണ്ട്. നല്ല കോഴ്സാണ്. അപ്പം അത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ എന്താ പറയുക ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുള്ള എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലൊക്കെ ഇത് വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫസ്റ്റ് ചോയ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ HCU ആയിരിക്കും, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഇന്റഗ്രേറ്റഡ് PG കോഴ്സ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. അതിന് മാർക്ക് ഒക്കെ എങ്ങനെയാന്ന് അറിയാവോ സാറേ? എങ്ങനെയാ വേണ്ടേന്നൊക്കെ? കട്ട് ഓഫ് മാർക്കാണോ? അതെ സാർ. കട്ട് ഓഫ് മാർക്ക് നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇപ്പൊ നമുക്ക് ഏകദേശം എത്ര വരെ നമുക്ക് പറ്റും എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. ഏകദേശം ഒരു 85ന്റെ മുകളിൽ അല്ലെങ്കിൽ 90ന്റെ മുകളിലോട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇപ്രാവശ്യത്തത് എത്രമാത്രം എന്താ പറയാ കോമ്പറ്റീഷൻ ഇതിനകത്ത് വരുന്നുള്ളതനുസരിച്ച് കട്ട് ഓഫ് മാർക്കൊക്കെ മാറി വരാനും സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. സാറെ BSc ഫിസിക്സിനെ കുറിച്ച് ചോദിച്ചൊന്ന് പറഞ്ഞോട്ടെ. CUT ചോദിച്ചിട്ടുണ്ട്. ആള് ചോദിച്ച ആള് CUT ആയിരിക്കും ഉദ്ദേശിച്ചത്, ഡൽഹി യൂണിവേഴ്സിറ്റി ആണോ ഉദ്ദേശിച്ചത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ BSc ഫിസിക്സിന് ബെസ്റ്റ് കോളേജുകൾ എന്ന് പറയുന്നത് നോർത്ത് ക്യാമ്പസിൽ വരുന്ന കോളേജുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിൽ തന്നെ NIRF റാങ്കിങ് നോക്കുക. അതിൽ ടോപ്പ് വരുന്ന 10 കോളേജുകളിലൊക്കെ ഫിസിക്സ് നല്ല ഡിപ്പാർട്ട്മെന്റുകളാണ്. ഹിന്ദു കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ ധാരാളം ഉണ്ട് അവിടെ. ക്ലിയർ ആയിട്ടുണ്ട്? ഇപ്പൊ നമ്മള് സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ? കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ ചോദിച്ചത്? നമ്മുടെ ഇന്നത്തെ തീം എന്ന് പറയുന്നത് CUT ബേസ്ഡ് ആണ്. കേരള യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലാണെങ്കിൽ നല്ലത്. ഇപ്പോൾ നമ്മൾ NIRF റാങ്കിങ് നോക്കിയിട്ട് കോളേജുകൾ ഒപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓട്ടോണമസ് കോളേജ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓട്ടോണമസ് കോളേജ് പ്രിഫർ ചെയ്യുക, അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്ന വരുന്നു. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആണെങ്കിൽ NIRF റാങ്കിങ് നോക്കിയിട്ട് കോളേജുകൾ ഒപ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ സർ.
അലിഗറിലെ BBA കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഒരു സെന്റർ തുടങ്ങുന്ന കോഴ്സ് എന്നുള്ള രീതിയിൽ തിരക്കിടില്ലാത്തൊരു കോഴ്സാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആയിരിക്കും, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നിലവിലവിടെ MBA കോഴ്സ് അവൈലബിൾ ആണ്. സോ BBA തുടങ്ങുമ്പോൾ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. സർ, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള 4 ഇയർ UG പ്രോഗ്രാമും CUET സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാൻ പറ്റുമോ? സക്കറിയ സാർ. ഹലോ. ഇങ്ങനെ ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റം തോന്നുന്നത് എടുക്കാം. പിന്നെ ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നമ്മുടെ ഫാറൂഖ് കോളേജ് പോലെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ, അല്ല സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ അതുപോലെ ദേവഗിരി പോലുള്ള അതൊക്കെ ഓട്ടോണമസ് എന്നുള്ള ആൾക്ക് സ്വന്തമായ സിലബസ് ഉണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി വ്യത്യാസം യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള പല കോളേജുകൾ തമ്മിൽ യൂണിവേഴ്സിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഇയാൾ CUET വഴി അഡ്മിഷൻ എടുത്തിട്ട് മാറാൻ നോക്കുകയാണെങ്കിൽ നിലവിലുള്ളത് ദ ബെസ്റ്റിലാണോ അതോ വെരി ഓർഡിനറി ആയിട്ടുള്ള ഒരു കോളേജിലാണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ അല്ലാതെ ഒരു വേഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നൊരു ക്ലാരിറ്റി വരുത്തുകയാണെങ്കിൽ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം ചോദ്യത്തിൽ. സാർ, എനിക്ക് തോന്നുന്നത് ആൾ ഉദ്ദേശിച്ചത് രണ്ടിടത്തും 4 ഇയർ UG അല്ലേ കൊടുക്കുന്നത്. അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി, പക്ഷെ അതില് തോന്നുന്നത് കുറച്ചുകൂടെ വലിയൊരു കോളേജാണ്, വൈവിധ്യങ്ങളുള്ള കോഴ്സുകളുള്ള ഉണ്ടെങ്കിൽ അവിടെ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന മൈനർ പേപ്പറുകളൊക്കെ ചൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ ആയിരിക്കും. ഉദാഹരണത്തിന് വലിയ കോളേജുകളാകുമ്പോൾ മൈനറിന്റെ ഓപ്ഷൻ വളരെ കൂടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ UG ചെയ്യുന്നതിലും ബെറ്റർ കൃത്യമായിട്ട് 4 ഇയർ UG എന്നുള്ളത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിലവിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെയാണ്. ഒരു വളരെ ഭംഗിയുള്ള കാര്യം അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അവർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുകയാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാല്ലേ സാറേ, അങ്ങനെ പറയാല്ലേ? തീർച്ചയായും. ക്ലിയർ ആയിട്ടുണ്ടാവുമായിരുന്നു. ഓക്കെ സർ, താങ്ക് യു. ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്റഗ്രേറ്റഡ് MA ഹിന്ദി ഉണ്ടല്ലോ. ഉണ്ട്. അതിന്റെ അഡ്മിഷന് ജനറൽ കാറ്റഗറിയില് ഹിന്ദിയുടെ മാർക്കാണല്ലോ നോക്കുക CUET-യിലെ. ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ആണ് നോക്കാം. അതിന് ടോട്ടൽ ചെയ്തിട്ടാ? അപ്പൊ അതില് ഇപ്പൊ ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ടോട്ടൽ എത്ര വേണ്ടി വരും എന്ന് അറിയാൻ കഴിയുമോ? അത് ഹിന്ദി ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും കൃത്യമായിട്ട്. എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഹിന്ദി 95% ആണ്. ഹിന്ദി 95ഉം ഇംഗ്ലീഷ് 93 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ഇപ്പോ യൂണിവേഴ്സിറ്റിന്റെ പോർട്ടലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. നല്ല കോഴ്സ് ആയിരിക്കും. അല്ലാതെ മാർക്ക് കട്ട് ഓഫ് എത്രയാവും? ജനറൽ കാറ്റഗറി കുറച്ച് സീറ്റൊക്കെ അല്ലേ ഉള്ളൂ. കട്ട് ഓഫ് അറിയാൻ ഒരു 90 അബോ ഉണ്ടെങ്കിൽ, അതായത് നമുക്കൊരു ഫസ്റ്റ് ഫേസിൽ തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെയും സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു സെക്കൻഡറി ലിസ്റ്റ് സപ്ലിമെന്റ്, അതായത് ഇപ്പം അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ പല യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരേ സമയത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുള്ളൂ. മിക്കവാറും ഒരു 25% സീറ്റുകളൊക്കെ പിന്നെ അത് കാലിയാക്കിയിട്ട് അത് പിന്നെ അടുത്ത ലിസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് അത് ഫില്ല് ചെയ്യാറാണ് പതിവ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. ശരി സർ, താങ്ക് യു. സാർ, മ്യൂസിക്കിൽ താല്പര്യമുള്ള ഒരു കുട്ടിക്ക്, മ്യൂസിക് അങ്ങോട്ട് കമ്പോസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് കേരളത്തിൽ എന്താ കോഴ്സ്, സൗത്തിൽ എന്താ കോഴ്സ്, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്താ കോഴ്സ് സജസ്റ്റ് ചെയ്യാനുള്ളത്? ഡിഗ്രി കോഴ്സുകളാണോ ചോദിക്കുന്നത്? ഡിഗ്രി കോഴ്സുകൾ എന്തായാലും +2 കഴിയുന്നതോടെ +2 കഴിഞ്ഞ് ഡിഗ്രി കോഴ്സുകൾക്ക് ഈ മ്യൂസിക് കോളേജസ് ഉണ്ടല്ലോ ധാരാളം, കേരളത്തിലുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. കലാമണ്ഡലം പോലുള്ള ഉൾപ്പെടെ, അതല്ല ഓരോ യൂണിവേഴ്സിറ്റികൾക്കുള്ളിലും മ്യൂസിക് കോളേജ് ഉണ്ട്. അതിന് അവർ പ്രത്യേകമായിട്ട് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിലുള്ള ടാലൻ്റ് അറിയാനുള്ള എൻട്രൻസ്. അതല്ല ടെമ്പററി ആയിട്ട് മറ്റ് കോഴ്സുകൾക്ക് കൂടെ പഠിക്കാനാണെങ്കിൽ
പ്രൈവറ്റ് കോച്ചിങ് പോലുള്ളത് ചെയ്തിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. പിന്നെ AR റഹ്മാൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ സൗത്തിൽ ദ ബെസ്റ്റാണ്, വേൾഡിലെ ബെസ്റ്റ് ആൾക്കാരെ വെച്ചിട്ട് ഹൈ ഫീസാണ്, എന്നാലും അവിടെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മ്യൂസിക് പഠിക്കാൻ ഒരു പ്രയാസമില്ല. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ARന്റെ തമിഴ്നാട്ടിലാണ് അല്ലേ? തമിഴ്നാട്ടിലാണ്. സൗത്തിലെ ബെസ്റ്റ് അവിടെയാണ്. തമിഴ്നാട് ഒരു കലയുടെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വലിയൊരു കേന്ദ്രമാണല്ലോ. നമ്മുടെ ഇവിടെ സ്വാതിരുന്നാൾ കോളേജ് ഓഫ് മ്യൂസിക്, RLV കോളേജ്, ചെമ്പൈ മെമ്മോറിയൽ കോളേജ് പാലക്കാട്, SRV, ഗവൺമെന്റ് വിമൻ കോളേജ്, ഒരുപാട് കോളേജുകളിൽ കേരളത്തിൽ ഉണ്ട്, എല്ലാ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലും. അല്ല, അതിനകത്തൊക്കെ ഇവിടെ പൊതുവെ നമ്മളുടെ ഈ കല ഇതൊരു ഒരു പുതിയ ജനറേഷൻ അവൻ്റെ ആ മ്യൂസിക് ഇഷ്ടം. അതെ, അവന് മ്യൂസിക് പറഞ്ഞോളൂ. ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളാണോ? അല്ലല്ല, ക്ലാസിക്കൽ മ്യൂസിക് അല്ല. ഈ തരം കോളേജുകളിൽ എൻട്രൻസ് കഴിയില്ല. മ്യൂസിക് ഇപ്പൊ നിലവിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് വെസ്റ്റേൺ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മ്യൂസിക്കിന് പോകുന്നതല്ലേ. ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചില്ല. ക്ലാസിക്കൽ ഒന്നും പഠിച്ചിട്ടില്ല. വെസ്റ്റേൺ മ്യൂസിക് താല്പര്യം. റഹ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, AR റഹ്മാൻ ഫൗണ്ടേഷന്റെ ഒരു KM മ്യൂസിക് കൺസർവേറ്ററി ഉണ്ട്. അതൊക്കെ വളരെ ബെസ്റ്റാണ്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലും പറയുന്നുണ്ട്. ഓരോ ഇൻസ്ട്രുമെന്റ് ഇപ്പൊ ഓരോ വില്ലേജുകളിലും പോലും മ്യൂസിക് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, നല്ല ആൾക്കാർ തന്നെ. പക്ഷെ അതൊന്നൊരു ഡിഗ്രി കോഴ്സ് അല്ലല്ലോ. ഡിഗ്രി കോഴ്സ് പഠിക്കണമെങ്കിൽ ഡിഗ്രി കോളേജുകളിൽ ചേരണം. അതിന് അവരുടെ എൻട്രൻസ് പാസ്സാവണം. അതിന് ഓൾറെഡി നിലവിൽ മ്യൂസിക് ടാലന്റ് ഉള്ള ആളുകൾ മാത്രമേ ആ എൻട്രൻസിൽ പാസ്സാവും. ക്ലാസിക്കൽ അല്ലേ സാറെ? വിശ്വഭാരതി വേണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം അല്ലെ? വിശ്വഭാരതിയിൽ നിലവില് CUT വഴി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. കൊൽക്കത്ത ഉണ്ടല്ലേ? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ക്ലാസിക്കൽ അവർ ടെസ്റ്റ് ഉണ്ടാവില്ലേ? പ്രാക്ടിക്കൽ ഉണ്ടാവില്ലേ? ടെസ്റ്റ് ഉണ്ട്. CUT ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് അതിന്റെ പ്രശ്നം. ആഗ്രഹം മാത്രം ആണ്. ആഗ്രഹവും ജന്മസിദ്ധമായ ടാലന്റ് ഉണ്ടാവാം. പക്ഷെ മ്യൂസിക്കിലെ ടാലന്റ് തെളിയിക്കാതെ യൂണിവേഴ്സിറ്റി തലത്തിൽ അഡ്മിഷൻ കിട്ടില്ല. അവരുടെ എൻട്രൻസ് അതാണ്. താങ്ക് യു വെരി മച്ച്. സർ, പറഞ്ഞോട്ടെ? BSc സൈക്കോളജിക്ക് ബെസ്റ്റ് കോളേജസ് ഏതൊക്കെയാന്ന് പറയാമോ സാറേ? ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് മാർക്ക്. ഹമീദ് സർ ഇവിടെ ഉണ്ടോ? ഓക്കെ. ഹലോ, BSc സൈക്കോളജി ആണോ? ഓക്കെ. BSc സൈക്കോളജി നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രിഫർ ചെയ്യാം. പിന്നെ നമ്മൾ അതിൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനും അനുസരിച്ചാണ്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണെങ്കിൽ ഇപ്പം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ, സാറേ ഹൈദരാബാദിന്റെ സ്ലൈഡ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ അതിനകത്ത് സാറിൻ്റെ അടുത്തുണ്ടോ? ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ സാർ? ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു ഇന്റഗ്രേറ്റഡ് സൈക്കോളജി കോഴ്സ് ഉണ്ട്, 5 year ഇന്റഗ്രേറ്റഡ്. നല്ല ഓപ്ഷനാണത്. കുറച്ചുകൂടി ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഓപ്ഷൻ ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവുന്നായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി അതുപോലെ BHU ഒക്കെ, അതായത് ടോപ്പിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം, അതിനായിട്ട് ഓപ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് മാർക്ക് കൂടെ പറഞ്ഞുതരാവോ? കട്ട് ഓഫ് മാർക്ക് നമുക്ക് കൃത്യമായിട്ട് നോക്കണം, കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും വ്യത്യാസമുണ്ട്. നമുക്കൊരു എത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട് പേപ്പറുകൾ, എഴുതിയ പേപ്പറുകളിൽ? 90ക്ക് മുകളിലുണ്ടോ? ഇല്ല, 87. ദെൻ ഡിപ്പെൻസ് നമ്മുടെ കാറ്റഗറി, കാസ്റ്റ് ഇതിനൊക്കെ അനുസരിച്ചുണ്ടാകും. അതും കൂടെ ബേസ് ചെയ്തുകൊണ്ട് പ്രതീക്ഷിക്കാം. 87 ഒക്കെ ആണെങ്കിൽ ഒരു പേപ്പറിൽ അല്ലല്ലോ, ഓൾമോസ്റ്റ് എല്ലാം 85ന് മുകളിലാണോ ഉള്ളത്? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസർവേഷനൊക്കെ അനുസരിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം, അങ്ങനെ പറയാൻ പറ്റും. ഷുവർ എന്ന് പറയാൻ പറ്റുന്ന, കാരണം ഒരു 95ന് എബോ ആണെങ്കിൽ നമുക്ക് പെർസെന്റേജ് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതർവൈസ് മേ ബി നടന്നേക്കാം, അത്രേ പറയാൻ കഴിയുള്ളത്. ഇതില് സൈക്കോളജിയുടെ കാര്യത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ സർ. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ അത്യാവശ്യം നല്ലൊരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഇന്റഗ്രേറ്റഡ് PG ഇൻ സൈക്കോളജി ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്.
ഓക്കെ ഓക്കെ. അതെ, ഓക്കെ മലയാളി താങ്ക് കുട്ടികൾ അവിടെ പഠിക്കുന്ന നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. അതെ അതെ. ഹലോ സർ, ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ CUTക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടുവന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? ഇത് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കണ്ടിട്ടില്ല, ഒന്ന് പറയാമോ? അത് ഏതാന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഒരു അത് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. പേപ്പർ ഉണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പേപ്പർ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെയല്ല, അങ്ങനെ ഒരു കോഴ്സാണ്, അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ഒക്കെ അതിന് അതെ അതെ അതെ, എനിക്ക് വേണ്ടത്. തോന്നുന്നത് ആന്ധ്രാപ്രദേശ് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളിലാണ് അങ്ങനെ കോഴ്സായിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുള്ളത്. അതെ. കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കണം. ഒന്നിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം സംഭവം. അത് കൃത്യമായിട്ട് കോഴ്സ് എവിടെയെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ് അതൊക്കെ വരുമോ? ഇവന്റ് മാനേജ്മെന്റ് നമുക്ക് സെക്രട്ടറി സാറെ ഒന്ന് ആഡ് ചെയ്യണേ. ഇവന്റ് മാനേജ്മെന്റ് ശരിക്ക് നിങ്ങൾക്ക് എന്താ പറയാ, മൈനർ പേപ്പറുകളായിട്ട് ഡിഗ്രി കോഴ്സുകളുടെ കൂടെ പഠിക്കാൻ പറ്റുന്ന, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടിക്ക് പറ്റുന്നതാണ്. ഓക്കെ. ഹോട്ടൽ മാനേജ്മെന്റ് CUTയുടെ സാറ്, CUTയുടെ ലിസ്റ്റിൽ ഹോട്ടൽ മാനേജ്മെന്റ് എവിടെയെങ്കിലും ശ്രദ്ധയിൽ വന്നോ സാറേ? ഷബാബ് സാർ, അൻവർ സാർ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടത് ഒന്ന് പറയണേ. സാർ എന്തായിരുന്നു പറഞ്ഞത്? CUT വഴി ഹോട്ടൽ മാനേജ്മെന്റ് അഡ്മിഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ CUT വഴി ഹോട്ടൽ, ഇപ്പൊ ഒരുപാട് പ്രൈവറ്റ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, അതിലൊക്കെ കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ലേ സാർ? ഇന്ത്യൻ കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട്, കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അത് CUET വഴിയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അൻവർ സാർ രണ്ടും ഉണ്ട് സാറേ, അവരുടെ എൻട്രൻസ് കൊണ്ട് CUT വഴിയുണ്ട്. ഓക്കെ 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 ഓക്കെ. സാറേ ഒന്നാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പറ്റുന്നത് ഏറ്റവും നല്ല ഓൾ ഇന്ത്യ തലത്തിൽ JEE എന്നൊരു എക്സാം നടക്കുന്നുണ്ട്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ആ എക്സാം എഴുതിയിട്ട് BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ ഒരു BSc കോഴ്സ് ഉണ്ട്, 4 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞാലാണ് ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിൽ പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. കേരളത്തിൽ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോവളത്തുള്ളൊരു സ്ഥാപനമാണ്. പിന്നെ ഓറിയന്റൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ LKD, അങ്ങനെ കുറെ ഹോട്ടൽ മാനേജ്മെന്റിൽ ഈ ഡിഗ്രി കോഴ്സിനുള്ള അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് CUT വഴിയല്ല, ഈ എക്സാം എഴുതി അതിനുശേഷം ഈ 4 വർഷത്തെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് കഴിയുന്നതായിരിക്കും നല്ലത്. കേരളത്തിലും ഇന്ത്യയിലും പുറത്തും ഒക്കെ പ്ലേസ്മെന്റ് നടത്തുന്ന സ്ഥാപനം. എന്താണ് എക്സാമിന്റെ പേര് ഒന്നുകൂടെ പറയോ? JEE ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് അതിന്റെ പേര്. സാധാരണ IIT NIT ഒരു എക്സാം ഉണ്ട്, അതല്ല. അല്ലാതെ JEE എക്സാമിനേഷൻ ഹോട്ടൽ ആണത്. NCHM, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് കീഴിലുള്ള, അതെ അതെ, അതാണ് നടത്തുന്നത്. അത് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അഥവാ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ, കോഴിക്കോട് ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട്, കോഴിക്കോട്, കേരള ഗവൺമെന്റ് കോഴിക്കോട്. അവിടെ അതിൽ ചില ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് അവരൊരു എൻട്രൻസ് പിന്നീട് നടത്തിയിട്ട് അവർ നേരിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ സർ. ഹലോ സാർ, BA ജോഗ്രഫിക്കും BA ആന്ത്രോപോളജിക്കും നല്ല യൂണിവേഴ്സിറ്റീസ്? ഹമീദ് സാർ പറയുന്നുണ്ടോ? കേട്ടില്ല, ഏതായിരുന്നു സർ? ജിയോഗ്രഫി അല്ലേ ചോദിച്ചത്? BA ജോഗ്രഫിയും ആന്ത്രോപോളജിയും. BA ജോഗ്രഫി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്, ആന്ത്രപ്പോളജി അവൈലബിൾ ആണ്. ഇനി സൗത്തിലേക്കാണ് പ്രയാസം, അവിടെ നോർത്തിൽ അവൈലബിൾ ആണ്, കോഴ്സ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും അൻവർ സാർ, സക്കറിയ സാർ ഉണ്ടോ സൗത്തില് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ ആന്ത്രപ്പോളജി വരുന്നത്? ഓരോന്നെടുത്ത് നോക്കേണ്ടി വരും, ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള. അല്ലാത്ത പല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതെ, CUTയുടെ അണ്ടറിൽ സൗത്തില് ആന്ത്രപ്പോളജി ഓർക്കുന്നില്ല. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സ് അവൈലബിൾ എന്ന് നോക്കാൻ.
സൈറ്റിൽ കയറി നോക്കിയാൽ മതിയാവില്ലേ സാറേ? തുറന്നു വെച്ചിട്ടുണ്ട്. മദ്രാസ് യൂണിവേഴ്സിറ്റി നമ്മൾ കാണിച്ചിരുന്നു, നേരത്തെ തുറന്നിട്ടുണ്ടായിരുന്നു സാറേ. മദ്രാസ് യൂണിവേഴ്സിറ്റി നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ 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 ഓക്കെ. മദ്രാസ് യൂണിവേഴ്സിറ്റി CUET-ന്റെ അണ്ടറിലാണോ സർ? അല്ല 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 അല്ലല്ല, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ് ആണല്ലോ. ഞാൻ എന്തായാലും മദ്രാസ് യൂണിവേഴ്സിറ്റിന്റെ പ്രോഗ്രാം സോഫ്റ്റ്വെയർ എന്നുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന്. മദ്രാസ് ഉള്ളതായിട്ട് കാണുന്നില്ല. ഈ കുട്ടി അല്ലാതെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണ് കോഴ്സ് ഉള്ളത് എന്നറിയാൻ ജസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അതൊരു കുറെ അധികം നേരം നോക്കേണ്ടതല്ലേ. ആ കുട്ടികൾ നോക്കാം. ഡൗട്ടുകളായിട്ടുള്ളത് ചോദിച്ചോളൂ സാറിനോട്. കാരണം സാറിന് ഇങ്ങനെ അവിടെ എന്തുണ്ടെന്ന് ചോദിച്ചിട്ട് അത് തെരയിക്കുന്നതിന് പകരം നിങ്ങൾ അതിലുള്ളതിനെ കുറിച്ചുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതാണല്ലോ യൂസ്ഫുൾ ആവുക. ഹലോ സാർ, യെസ് പറഞ്ഞോ. ഞാനൊരു സയൻസ് സ്ട്രീമിൽ പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് പക്ഷെ BA ഹിസ്റ്ററി എടുക്കാനാണ് ആഗ്രഹം. പക്ഷെ ഞാൻ CUET-ൽ ഹിസ്റ്ററി എഴുതിയിട്ടില്ല. അപ്പൊ എനിക്ക് ഹിസ്റ്ററി ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടോ? കിട്ടും. ഹലോ സാർ പറയുന്നുണ്ട്. ഹലോ സർ. ഓക്കെ. സർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹിസ്റ്ററി ചെയ്യാം, പ്രയാസമൊന്നുമില്ല കേട്ടോ. ഹിസ്റ്ററി ചെയ്യാം. ഓക്കെ. ഒരു പ്രയാസം പ്രശ്നത്രേ ഉള്ളൂ. നിങ്ങൾ സയൻസ് സബ്ജക്റ്റാണ് എഴുതിയിരിക്കുന്നത്. ആർട്സ് സബ്ജക്റ്റ് എഴുതിയ കുട്ടി രണ്ടുപേരുടെയും ഡിഫിക്കൽട്ടി ലെവൽ ഒരുപക്ഷെ ഒന്നാവണം എന്നില്ല. അതുകൊണ്ട് ആർട്സ് സബ്ജക്റ്റിൽ വരുന്നവർ ഒരുപക്ഷെ നല്ല സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും കിട്ടുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ധൈര്യമായിട്ട് എടുക്കാം. സാർ അതുപോലെ BA ആർക്കിയോളജി അതോ PG ആർക്കിയോളജി ഇന്ത്യയിൽ എവിടെയൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സാറേ BA ആർക്കിയോളജി എന്ന് പറഞ്ഞിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ടോ സക്കറിയ സാർ? നിലവിൽ BA ആർക്കിയോളജി ഉണ്ടോ? അത് കണ്ടതായിട്ട് ഓർമ്മയില്ല. ഇല്ല. PG തലത്തില് ഡൽഹിയിലുണ്ട്. അവരൊക്കെ കൊടുക്കുന്നുണ്ട്. നിലവിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയും ബനാറസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ കാലിക്കറ്റ് ഓക്കെ. നമ്മൾ CUT ആയത് കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാണ് മനസ്സിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലാണ്. BA ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം സ്പെഷ്യലൈസ് ചെയ്യായിരിക്കും നല്ലത്. ആർക്കിയോളജിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. BA ഹിസ്റ്ററി ആദ്യം ചെയ്യാൻ നല്ല കോളേജിൽ, പിന്നെ അതിന് ശേഷം ആർക്കിയോളജി PGയോ അല്ലെങ്കിൽ റിസർച്ച് തലത്തിലൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സർ, ഒരു ലേണിംഗ് ഡിസബിലിറ്റിയും പിന്നെ അതുപോലെ മാത്തമാറ്റിക്സ് ടഫും ആയിട്ടുള്ള ഒരു കൊമേഴ്സ് +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ഹയർ സ്റ്റഡീസ് എന്നുള്ള രൂപത്തിൽ BA എടുക്കുന്നതാണോ BCom എടുക്കുന്നതാണോ BBA എടുക്കുന്നതായിരിക്കും നല്ലത്? സക്കറിയ സാർ. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡന്റ് സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിയ ആളാണോ? അല്ല, അങ്ങനത്തെ ഡിസബിലിറ്റി ഇല്ല. മാത്തമാറ്റിക്സ് ഒക്കെ കുറച്ച് ടഫ് എന്നുള്ളത് സംഭവങ്ങളൊക്കെ മനസ്സിലാവും, ബോധമൊക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷെ മാത്തമാറ്റിക്സ് 40% കൂടുതലോ സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണോ? അതെ, അതൊക്കെ ഉണ്ട്. 72 ഒക്കെ ഉണ്ട്. ഓ ശരി. മാത്സ് ഡിസബിലിറ്റി ഇല്ല, ഡിസബിലിറ്റി അങ്ങനെ ആയിട്ടില്ല. അത് ടെസ്റ്റ് കറക്റ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആണ്. സിജിയില് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതില് ആ കുട്ടിയുടെ ഒരു അഭിരുചി നോക്കാതെ അഭിരുചി കൊമേഴ്സ് ആണ്. കോഴ്സ് എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലേ, കൊമേഴ്സ് ആണ് അഭിരുചി. പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ആഗ്രഹം. ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കുണ്ട്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതാ ഉദ്ദേശിച്ചത്. ആഗ്രഹത്തിന്റെ ബേസിലല്ല ഞാൻ പറഞ്ഞത്, കഴിവിന്റെ ബേസിലാണ്. ആ ടെസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ ഒരു ചോദ്യത്തിനായിട്ട് അതിന് ഉത്തരം പറയുമ്പോൾ ഉത്തരം അത് ശരിയായി കൊള്ളുന്നില്ല. അല്ലെ കുട്ടിയായിട്ട് കുറെ നേരം ഇന്ററാക്ട് ചെയ്ത് കുട്ടി അവിടെ വന്ന് കുട്ടിയെ കൊണ്ട് ചിലതൊക്കെ എഴുതിച്ചൊക്കെ നോക്കിയിട്ട് നമുക്ക് ഐഡിയ കിട്ടാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ബെറ്റർ. ഇവിടെ ശരിക്കുള്ള കഴിവ്.
അതിന്റെ ടെസ്റ്റ് ആണെങ്കിൽ സിജിയുടെ സൈറ്റിലുണ്ട്, sigicareer.com, ഓക്കെ CICICARER.com. അതല്ലെങ്കിൽ നമ്പർ ഇതില് 808-666-401 എന്നുള്ള നമ്പർ നമ്മുടെ കോർഡിനേറ്റർ ഒന്ന് ഷെയർ ചെയ്താൽ അത് ഇവർക്ക് ഉപകാരപ്പെടാം. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മോഹമല്ല, മോഹത്തിനനുസരിച്ച കഴിവ് എനിക്കുണ്ടോ എന്ന് കുട്ടികൾ നോക്കേണ്ടത് നിർബന്ധമാണ്. അല്ലാതെ ചേരുന്നവരാണ് പിന്നെ കോഴ്സ് സർവൈവ് ചെയ്യാൻ പറ്റാതെ പ്രശ്നമാവുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറം സെൻട്രലിലെ BBA. അപ്പൊ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാ, നല്ലതാണോ അത്? ഹമീദ് സാർ ഉണ്ടോ അവിടെ? അല്ല, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് ഉം. ഒറ്റ വാക്യത്തിൽ പറയുന്നതിന് പകരം ദീർഘമായിട്ട് പറഞ്ഞു. ഉത്തരം കൊടുത്തു അന്നേരം തന്നെ. ഇവിടെ അപ്പൊ നമ്മള് ഇതിന്റെ യൂണിവേഴ്സിറ്റികളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ചൊരു ചോദ്യം കണ്ടു. അപ്പോൾ കോമൺ ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഒരു 90% സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഈ ക്യാമ്പസ് ഹോസ്റ്റൽസ് തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഹോസ്റ്റലിന് പൊതുവെ ഡിഫിക്കൽട്ടീസ് കുറച്ച് വരാറുള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇപ്പോൾ ജാമ്യയിലാണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള കോളേജുകളിലാണെങ്കിലും ജാമ്യയിലാണെങ്കിലും ഒരു പരിധി വരെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷേ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഇയറിലൊക്കെ ചിലപ്പോൾ പുറത്തൊക്കെ നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ വളരെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കുറവാണ്, പുറത്തുതന്നെ എടുക്കേണ്ടി വരും. അതിന് ഫീയും കാര്യങ്ങളൊക്കെ വളരെ നോമിനൽ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് പിന്നെ കുറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട് മാർക്ക് ബേസിലുള്ളതൊക്കെ. അപ്പൊ നമുക്ക് സിജിയുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കരിയർ കൗൺസിലിംഗ് തന്നെ അവൈലബിൾ ആണ് മലപ്പുറം, കോഴിക്കോട് സെന്ററുകളിൽ. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. നമുക്ക് ഏകദേശം സമയം അവസാനിച്ചിട്ടുണ്ട്. സെഷൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഷബാബ് സർ. യെസ്. ലാസ്റ്റ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒന്നുകൂടി ആൻസർ പറയാം. BA അറബിക്, BA ഹിന്ദി, BA ഇംഗ്ലീഷ് വേണം. BA അറബിക് ഒക്കെ ആണെങ്കിൽ JNU, അതുപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ, അലിഗഡ് പോലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ നല്ലതാണ്. ഇഫ്ലു ഞാൻ സജസ്റ്റ് ചെയ്യില്ല BA അറബിക്ക് വേണ്ടിയിട്ട്. BA ഹിന്ദി ഞാൻ നേരത്തെ പറയാം, ഇതേ യൂണിവേഴ്സിറ്റീസ് തന്നെ നമുക്ക് BA ഹിന്ദി അപ്ലൈ ചെയ്യാവുന്നതാണ്. JNU ഇല്ല. പകരം നിങ്ങൾക്ക് HCU ഇന്റഗ്രേറ്റഡ് PG പോലുള്ള കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. BA ഇംഗ്ലീഷ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇന്റഗ്രേറ്റഡ് PG ഉണ്ട്. BA ഇംഗ്ലീഷ് ഓണേഴ്സ് ഇഫ്ലൂലുണ്ട്. ജാമിയ, അലിഗഡ്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോളേജുകളും നല്ലതാണ്. ഇതൊക്കെ തന്നെ നല്ലതായിരിക്കും. ഫീസ് സ്ട്രക്ചർ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. യാസീൻ സാർ, നമുക്ക് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമ്മുടെ കരിയർ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക്, ഇനിയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. സിജി കോഴിക്കോട്, മലപ്പുറം സെന്ററുകളിൽ എല്ലാ ദിവസങ്ങളിലും തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഫ്രീ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ടാണ് വരേണ്ടത്, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് വരേണ്ടത്. ഏതായാലും ഈ ഒരു സെഷനിൽ വളരെ വിശദമായിട്ട് നമ്മളോട് സംവദിച്ച ഷബാബ് സാറിന് എല്ലാവിധ സിറ്റി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയും നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് ആയിട്ടുള്ള സിക്രിയ സാറ്, റംല മാം, ഹമീദ് സാറ്, അൻവർ സർ, സലാം സർ, കബീർ സർ തുടങ്ങി എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായി തന്നെ ഡൗട്ട്സ് ഒക്കെ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സിജി കരിയർ ഡിപ്പാർട്ട്മെന്റ് പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സിജിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള സെഷനുകളിൽ ഞായറാഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. കൂടുതൽ ഇൻഫർമേഷന് നിങ്ങൾക്ക് സിജി വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഒക്കെ നമ്മൾ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യും. അതുകൂടി ഫോളോ ചെയ്യുക.
Okay, thank you. Thank you all. Thank you, sir.